Hello, everyone. Happy Friday or happy Saturday from wherever you are watching us. So ഇന്ന് ഞങ്ങൾ ടീമായിട്ട് വി ആർ ലൈവ് അഗൈൻ ആൻഡ് ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വളരെ അടിപൊളിയായിട്ടുള്ള ടോപ്പിക്കാണ്. വി ആർ ജസ്റ്റ് ഗോയിങ് ടു ഗിവ് യു സം ഇന്നർ എന്താ പറയുക, നമ്മുടെ ഈ ബിസിനസിനെ കുറിച്ചുള്ള കുറെ മിത്തുകളുണ്ട്, അല്ലെങ്കിൽ കുറെ മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. അപ്പൊ അത് എന്താണെന്നും മിസ്കൺസെപ്ഷൻസ് എന്താണെന്നും റിയാലിറ്റി എന്താണെന്നുമാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ഈ ഒരു ലൈവിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. സോ വെൽക്കം എവ്രി വൺ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ് അസ്. So today we have Ria from Canada, Francie from Canada, Anu from Australia, Kartika from New Zealand, and I am from Canada also. സോ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് നമ്മുടെ ബിസിനസിനെ കുറിച്ച്, കാരണം പ്രത്യേകിച്ച് നമ്മൾ ഓൺലൈനിലായതുകൊണ്ട് ഒത്തിരി ആളുകൾക്ക് കുറേ മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. ഇതെന്താണ് ഈ ബിസിനസ്, എന്താണ് നിങ്ങൾ വന്ന് പറയുന്നത്, നിങ്ങളെ എപ്പോഴെപ്പോഴും കണ്ട് ഞങ്ങൾക്ക് മതിയാവുന്നുണ്ടല്ലോ, അപ്പൊ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ ഞങ്ങൾ അതിനെക്കുറിച്ച് ഞങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വാല്യൂസ് തരാൻ വേണ്ടിയാണ് ഇത് ഞങ്ങൾ ഇവിടെ വന്നേക്കുന്നത്. സോ അത് ബേസിക്കലി നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി സിമ്പിൾ ആണ്. അതായത് നമുക്ക് ഒരു ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു ബിസിനസ്, അതായത് ഗ്ലോബലായിട്ട് ഓഫീസസും ഗ്ലോബലായിട്ട് റിയൽ ഓഫീസസ് ഉള്ള ബിസിനസ് നമുക്ക് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമുക്ക് സെറ്റ് ചെയ്ത് തന്നെയാണ്. നമ്മളൊരു ട്രഡീഷണൽ ആയിട്ട് ഒരു കട തുടങ്ങുന്നത് പോലെ തന്നെ വളരെ ഈസി ആയിട്ട് ഓൺലൈനിൽ നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ട് എന്തൊക്കെയാണോ നമുക്ക് ഈ ബിസിനസ് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യാൻ ആവശ്യമുള്ളത് അതെല്ലാം നമുക്കൊരു പാക്കേജ് ആയിട്ട് ഇങ്ങോട്ട് തരുന്നതാണ് ചെയ്യണത്. അപ്പൊ ആ പാക്കേജിന്റെ അകത്ത് എന്തൊക്കെയുണ്ടാവും? ആ പാക്കേജിന്റെ അകത്ത് നമ്മുടെ ബിസിനസ്സിന് ആവശ്യമുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇൻക്ലൂഡഡ് ആണ്. കാരണം ഒരു ഓൺലൈൻ ബിസിനസ് നമ്മൾ ഓൺലൈനിൽ സെറ്റ് ചെയ്യണമെങ്കിൽ ദർ ആർ ലോട്ട് ഓഫ് ടെക്നിക്കൽ തിങ്സ് ഇൻവോൾവ്. ഒരു വെബ്സൈറ്റ് വേണം, ഇമെയിൽസ്, ഫണൽ എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് നമ്മുടെ സിസ്റ്റം സെറ്റ് ചെയ്ത് തരും. അതിനെയാണ് നമ്മൾ ഓട്ടോമേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ബിസിനസ് സെറ്റ് ചെയ്ത് തന്നാൽ മാത്രം പോരാ, ഈ ബിസിനസ്സിലൂടെ നമുക്ക് എഫിലിയേറ്റ് ചെയ്തേക്കുന്ന കുറെ കമ്പനീസ് ഉണ്ട്. ആ കമ്പനീസ് എന്ന് പറയുന്നത് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തതോ അല്ലെങ്കിൽ 2 വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്തതോ 10 വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്തതോ അല്ല, 50 വർഷമായിട്ട് ഉള്ള കമ്പനീസ് ആണ് നമ്മുടെ ആയിട്ട് എഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയും ഹിസ്റ്ററി ഉള്ള ഒരു കമ്പനിയാണ്. അപ്പൊ അത്രയും വാലിഡ് ആയിട്ടുള്ള ഒരു കമ്പനീസ് ആയിട്ടുള്ള എഫിലിയേഷൻസ് ഉണ്ട്. അപ്പൊ ഇത് രണ്ടും മാത്രം പോരാ, പിന്നെയും നമുക്ക് ആവശ്യമുണ്ട്. ഇത് രണ്ടും തന്നിട്ട് നമ്മളോട് ബിസിനസ് ചെയ്യാൻ പറഞ്ഞാല് നമ്മൾ എങ്ങനെയാ ചെയ്യണത്? നമ്മൾ നമ്മുടെ ഫാമിലിയുടെ പുറകെ പോകേണ്ടി വരും, ഫ്രണ്ട്സിന്റെ പുറകെ പോകേണ്ടി വരും. അപ്പൊ ഇതൊന്നും ആർക്കും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് വി വിൽ ഗിവ് യു ട്രെയിനിങ് ഓൺ ഹൗ ടു ഗ്ലോബലി റീച്ച് ദ ഓഡിയൻസ്. നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യാൻ വേണ്ടി നമുക്ക് കസ്റ്റമേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ആ ഐഡിയൽ കസ്റ്റമറിനെ ഗ്ലോബലായിട്ട് കിട്ടാം എന്നാണ് നമ്മൾ പഠിപ്പിച്ചു തരുന്നത്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഓർ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അട്രാക്റ്റീവ് മാർക്കറ്റിംഗ്, വാട്ട് എവർ യു വാണ്ട് യു ക്യാൻ കോൾ, ബിക്കോസ് അതാണ് നമ്മുടെ ട്രെയിനിങ്സിൽ ഉൾപ്പെട്ടിരിക്കുന്ന സംഭവം. ഇനി അത് രണ്ടും കൂടാണ്ട് നമുക്ക് ഒരു മെന്ററിങ്ങും ഒരു കോച്ചും ഉണ്ടാവും. കാരണം നമ്മൾ ഇതെല്ലാം ചെയ്യണ സമയത്ത് നമുക്ക് ബിസിനസ് സെറ്റ് ചെയ്ത് തന്നു, കമ്പനീസ് ഉണ്ട്, നമുക്ക് ട്രെയിനിങ്സും ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ചില സമയത്ത് നമ്മൾ സ്റ്റക്കായി പോകും, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാണ്ട് വരും, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ചില സിറ്റുവേഷൻസ് വരും. അവിടെയാണ് നമുക്കൊരു മെന്ററിന്റെ ആവശ്യം വരുന്നത്. സോ ദിസ് ഇസ് ഓൾ കമ്മിങ് ടുഗെദർ ആസ് എ കംപ്ലീറ്റ് പാക്കേജ്. ഇറ്റ്സ് ലൈക്ക് എ ബിസിനസ് ഇൻ എ ബോക്സ്. അതാണ് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ ബിസിനസ് ഇൻ എ ബോക്സ് എന്ന് പറയുന്ന പോലെ വരുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ഈ ബിസിനസ്. അപ്പൊ ഇതിപ്പോ ബിസിനസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് ഇതിൽ കോമൺ ആയിട്ട് മിസ്കൺസെപ്ഷൻസും കുറെ തെറ്റായ ധാരണകൾ ആളുകളുടെ ഇടയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്പർ 1 ഒരു തെറ്റായ ധാരണ എന്ന് പറയുന്നത് ഇതൊരു സ്കാം ബിസിനസ് ആണോ എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. നമുക്ക് അതിനുള്ള ഉത്തരം നമുക്ക് റിയനോട് ചോദിക്കാം. വാട്ട് യു തിങ്ക് റിയക്ക് എന്താ തോന്നുന്നത്? ഇതൊരു സ്കാം ആണോ എന്ന് ആരെങ്കിലും റിയനോട് ചോദിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ വാട്ട് യു ഫീൽ ലൈക്ക് ഐ നോ യു നോ ഇറ്റ്സ് നോട്ട് എ സ്കാം, ബട്ട് എന്തായിരിക്കും റിയയുടെ ഒരു റിയാക്ഷൻ, അല്ലെങ്കിൽ വാട്ട് ആൻസർ വിൽ യു ഗിവ് ദം? ഓക്കെ, താങ്ക്സ് മദീന. സ്കാം ആണോന്ന് എന്നോട് ആൾക്കാർ ചോദിച്ചതല്ല, ഞാൻ തന്നെ ഈ ബിസിനസ്സിനെ ആദ്യം പറ്റി അറിഞ്ഞപ്പം തന്നെ ഞാൻ തന്നെ ചോദിച്ചതാണ് ഇത് സ്കാം ആയിരിക്കുമോ എന്നുള്ളത്. ഓക്കെ, അപ്പം ഏതൊരു സ്ഥലത്തും സ്കാമിങ് നടക്കുന്നുണ്ട്. അത് ഓൺലൈനിൽ മാത്രമല്ല, നമ്മൾ നേരിട്ടൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞാലും സ്കാം നടക്കുന്നുണ്ട്. അത് ഞാൻ നേരിട്ട് 2 ആഴ്ച മുമ്പേ ഉള്ള ഒരു യാത്രയിൽ പിൽഗ്രിമേജ് യാത്രയിൽ തന്നെ അനുഭവിച്ചതാണ്. നേരിട്ട് ഷോപ്പിൽ നിന്ന് സാധനം വാങ്ങിക്കുന്നേരം ഞാൻ എൻ്റെ മാസ്റ്റർ കാർഡ് കൊടുത്തു. ആ മാസ്റ്റർ കാർഡ് അവർ എന്തോ സ്കാം ചെയ്തിട്ട് ഞാൻ ഇവിടെ എത്തിയപ്പോൾ ആരോ എൻ്റെ പൈസ എടുത്തു, ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടാണ് ഉള്ളത്.
അപ്പോൾ സ്കാമിംഗ് എന്ന് പറയുന്നത് ഓൺലൈൻ മാത്രമല്ല, അത് നേരിട്ടും നടക്കുന്നുണ്ട്. അത് നമ്മൾ നല്ല എന്താ വിജിലന്റ് ആയിരിക്കണം ഏത് സ്ഥലത്തും. അത് ഓൺലൈനിൽ മാത്രമല്ല. അപ്പം അപ്പൊ പറയുന്നത് ആ സംഭവത്തിന്റെ ട്രെയിനിങ്ങിൽ കൂടെ ഈ ഈ നമ്മുടെ ബിസിനസ്സിൽ ട്രെയിനിങ് തരുന്നത് കണ്ടപ്പോൾ ഞാനൊരു ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഈ ബിസിനസ് ട്രെയിനിങ് ചെയ്യുന്ന നേരം ആദ്യത്തെ ട്രെയിനിങ് തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും നമ്മുടെ ബിസിനസ് പേജും ഉണ്ടാക്കുക, അത് എങ്ങനെ സെക്യൂർഡായിട്ട് അതിനെ സെറ്റ് ചെയ്യാനാണ് ആദ്യത്തെ ട്രെയിനിങ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ആദ്യത്തെ ട്രെയിനിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ ബിസിനസ് പേജ് സെറ്റ് ചെയ്യാൻ. പക്ഷെ ബിസിനസ് പേജ് സെറ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് കിട്ടിയത് സെക്യൂരിറ്റി ടിപ്സ് ആണ്. അപ്പോൾ ഈ ബിസിനസ് എന്ന് പറയുന്നത് ഫുൾ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ ഞാൻ ടോപ്പിക് ഒന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്കാം ആണോ എന്നുള്ളത്. അപ്പൊ നമ്മളൊരു ബിസിനസ് സോറി റിയ ഇന്ററപ്റ്റ് ചെയ്തില്ല. അപ്പൊ റിയ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് സ്കാം ഓൺലൈനിൽ മാത്രമല്ല ഓഫ്ലൈനിലും നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ട്രെയിനിങ്ങിൽ നമ്മൾ ആദ്യം പഠിപ്പിച്ചെന്ന കാര്യം എങ്ങനെ ഓഫ്ലൈൻ നമ്മുടെ ബിസിനസ് പേജുകളും കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് എങ്ങനെ സെക്യൂർ ആക്കാന്നാണ് നമ്മൾ ആദ്യം പഠിപ്പിച്ചു തരുന്നത്. പിന്നെ ഞാൻ ഈ ബിസിനസ് ചെയ്യുന്ന നേരം ഞങ്ങള് നമ്മുടെ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത് നമ്മുടെ ബിഹൈൻഡ് ക്യാമറയല്ല, നമ്മുടെ ഫേസ് കാണിച്ചിട്ടാണ് നമ്മൾ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഫുൾ ഫാമിലിനെ ഇതിൽ എക്സ്പോസ് ചെയ്യുന്ന ഫാമിലി പിക്ചേഴ്സ് ഉണ്ട്. നമ്മുടെ ഫാമിലിനെ പറ്റി നമ്മൾ പറയുന്നുണ്ട്, നമ്മുടെ ജോബിനെ പറ്റി പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. ഇപ്പം തന്നെ ഞങ്ങളിപ്പം ഇത് ചെയ്യുന്നതിന് തന്നെ പലരും നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. മെസ്സേജ് കണ്ടന്റ് ക്രിയേഷൻ ആൾക്കാർ നമ്മൾക്ക് ഹെൽപ്പ് വേണോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ പലർക്കും കിട്ടുന്നുണ്ടാവും ആ മെസ്സേജ്. അപ്പൊ ഞാനിപ്പോ ആദ്യം തന്നെ നോക്കാൻ ഒരാൾ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ പ്രൊഫൈൽ ചെന്ന് നോക്കും. അവരുടെ പ്രൊഫൈൽ പിക്ചർ അവിടെ ഇല്ലെങ്കിൽ ഞാൻ കട്ട് ചെയ്യും, ഇടും. ഞാൻ പിന്നെ അത് നോക്കിയില്ല. പ്രൊഫൈൽ പിക്ചർ ഉണ്ടെങ്കിൽ ഞാൻ പിന്നെയും ജസ്റ്റ് ഒന്ന് നോക്കും ഇങ്ങനെ അവരെ എന്താണുള്ളത്. പക്ഷെ അതിൽ വെറും അവരെ വേറെ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. അതിനെന്തോ ഒരു പ്രത്യേക പ്രശ്നം ഉണ്ട് എന്ന് നമുക്ക് തോന്നും. ഒരു സ്കാം ആണെങ്കിൽ ഒരിക്കലും ഒരാള് ഈവൻ പ്രൊഫൈൽ പിക്ചർ നമുക്ക് വേണമെങ്കിൽ ഏത് പിക്ചറും വെക്കാം. പക്ഷെ ഫോട്ടോസും ഒക്കെ തന്നെ വരുന്നുണ്ടെങ്കിൽ അത് ഉറപ്പാണ് നമുക്ക് സ്കാം അല്ല എന്നുള്ളത്. അതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. നമ്മൾ ഈ ഗോ ലൈവ് വരുന്നതിന്റെ ഉദ്ദേശവും നമ്മളിങ്ങനെ ചിറ്റ് ചാറ്റ് ചെയ്യുന്നതിന്റെ ഉദ്ദേശവും നമ്മുടെ ഫാമിലിനെ കാണിക്കുന്നതിന്റെ എല്ലാ ഉദ്ദേശവും ഇത് റിയൽ ആണെന്നുള്ളത് ആൾക്കാരുടെ ട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഫുൾ പ്രൈവറ്റ് ലൈഫാണ് പറയുന്നത്. ഞാൻ എന്താ ചെയ്യുന്നത്, പിന്നെ ഞാൻ ജോബ് ചെയ്യുന്നതും എല്ലാം തന്നെ പറയുന്നുണ്ട്. പിന്നെ പ്രധാന കാര്യം സ്കാം അല്ലാന്ന് ഉറപ്പിക്കാൻ നമുക്കിപ്പോൾ ഒരു നമ്മുടെ ഇൻകം കിട്ടുന്നത് ഫുള്ള് ടാക്സ് സ്ലിപ്പോട് കൂടിയാണ് ചെയ്യുന്നത്. ഇയർ എൻഡ് നമുക്ക് ആ ടാക്സ് ചെയ്തേ പറ്റുള്ളൂ. അത് മെയിൻ ഒരു കാര്യമാണ്. അത് സ്കാം അല്ല എന്നുള്ളത്. നമ്മുടെ ഇൻകം ലെജിറ്റാന്നുള്ളത്, ലീഗൽ ആയിട്ടുള്ള ഒരു ഇൻകമാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത്. പിന്നെ മെലീന പറഞ്ഞതുപോലെ പല സ്ഥലത്തും 23 or 25 കൺട്രീസിൽ ഇതിന്റെ ഫിസിക്കൽ ഓഫീസസ് ഉണ്ട്. അപ്പം ആൾക്കാർ എന്താ സ്കാം ആണെന്നുണ്ടെങ്കിൽ ഈ ബിസിനസ്, നമ്മുടെ ബിസിനസ് 8 years ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ സ്കാമാന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഫിസിക്കൽ ഓഫീസിൽ ആൾക്കാർ ഇരിക്കത്തില്ല, അവർക്ക് പേടിയായിരിക്കുമല്ലോ. അങ്ങനെ ഫിസിക്കൽ ഓഫീസസ് നല്ല സുഖമായിട്ട് നടന്നു പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത് പെട്ടെന്ന് ബൂമപ്പായ ഒരു കമ്പനിയൊന്നുമല്ല. ജപ്പാനീസ് കമ്പനി 50 years പ്ലസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പൊ ഇത്രയും അതൊരു മെഡിക്കൽ ഗ്രേഡ് ചെയ്യുന്നതാണ്. ഇപ്പൊ 50 years പ്ലസിലൊന്നും ഈ സ്കാം ആയിട്ടുള്ള ഒന്നും മാർക്കറ്റിൽ നിൽക്കാൻ പറ്റത്തില്ല അല്ലെ. അപ്പം അതാണ്. പിന്നെ അതുപോലെ നമ്മുടെ ഫൗണ്ടേഴ്സ് ഈ ബിസിനസ്സിനെ തന്നെ ഇപ്പം നമ്മളെ പുതിയൊരാള് നമ്മളെ കാണുന്നത് സ്കാം ആയിട്ടാണ് കാണുന്നത്. നമ്മളിപ്പോ ഗോ ലൈവ് വരുന്നുണ്ട്, നമ്മളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ തന്നെ മേക്ക് ഷുവർ ചെയ്യുന്നത് ഇത് സ്കാം അല്ല എന്നുള്ളത്. നമ്മളെ ഫൗണ്ടേഴ്സ് നമ്മളുമായിട്ട് എല്ലാ വീക്കിലും മാസ്റ്റർ മൈൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. മീൻസ് നമ്മളുമായിട്ട് ഡയറക്റ്റ് മീറ്റപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡയറക്റ്റ് മീറ്റപ്സ് നടക്കുന്നുണ്ട്. ഡയറക്റ്റ് ആയിട്ട് അവരെ കാണുന്നുണ്ട്, അവരുടെ കൂടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഫൗണ്ടേഴ്സ് തന്നെ അവർക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ഫൗണ്ടേഴ്സ് തന്നെ നമ്മുടെ മുമ്പിൽ വരില്ല. ഇതായിട്ടും 8 കൊല്ലമായിട്ട് അവർ നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം കൊണ്ട് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും ഇതൊരു സ്കാം അല്ല എന്നുള്ളത്. അപ്പം ഞാനും എല്ലാവരും ബുദ്ധിയുള്ളതാണ്, ഞാനും ബുദ്ധിയുള്ളതാണ്. അപ്പം ആ സ്കാമാന്ന് ഒരു സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാൻ സാധ്യതയില്ല.
പിന്നെ അതുപോലെ റൈറ്റ് ഫ്രം ദി ബിഗിനിങ് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഓരോന്നും നമ്മുടെ ആദ്യത്തെ വെബിനാർ തന്നെ എല്ലാം എക്സ്പോസ് ചെയ്തിട്ട് ഫുൾ പബ്ലിക്കിന് കൊടുക്കുന്നതല്ല. അതൊരു ഇമെയിൽ ID വെച്ച് അവർക്കുള്ള പേഴ്സണലൈസ്ഡ് ലിങ്കാണ് കൊടുക്കുന്നത്. പിന്നെ എല്ലാം തന്നെ HTTPS ആണ്, ട്രസ്റ്റഡ് സൈറ്റ്സ് ആണ്. ഒന്നും ട്രസ്റ്റഡ് അല്ലാത്ത ഒരു സംഭവം ഇല്ല. അപ്പം ആൻഡ് ഈ ബിസിനസ് ആണ് നമുക്ക് ഈ സെക്യൂരിറ്റി ടിപ്സ് ഒക്കെ തരുന്നത്. അപ്പം ഞാനിപ്പോൾ ആദ്യം തന്നെ ആ ബിസിനസ് പേജ് സെറ്റപ്പ് ചെയ്യുന്നതോ ഫേസ്ബുക്ക് പേജ് സെറ്റപ്പ് ചെയ്യുന്നപ്പം ഇതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഞാൻ ഇത്ര നാൾ ഇതൊന്നും ചെയ്തിട്ടില്ലായിരുന്നല്ലോ. എൻ്റെ പേഴ്സണൽ ഫേസ്ബുക്ക് പേജ് ഫുൾ ഓപ്പൺ ആയിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് ഇത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ, ഇങ്ങനെയൊക്കെ സെക്യൂർഡ് ആക്കണമായിരുന്നു എന്ന് തന്നെ മനസ്സിലായത് അന്നേരമാണ് ഇതായിട്ട്. അപ്പം ഞാൻ പറയും 200% ഇത് ലെജിറ്റ് ആയിട്ടുള്ള ഒന്നാണെന്നാണ് ഞാൻ പറയുന്നത്. താങ്ക് യു സോ മച്ച് റിയ. ഒത്തിരി നമ്മൾ ചിന്തിക്കാത്ത പല കാര്യങ്ങളും റിയ ഇപ്പൊ ഷെയർ ചെയ്തു. ഇപ്പൊ അവസാനം പറഞ്ഞ ഈ ഒരു സെക്യൂരിറ്റിയുടെ കാര്യം തന്നെ നമ്മുടെ ഇതിന്റെ അകത്ത് സൈബർ സെക്യൂരിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ വരെ ഉണ്ട്. അപ്പൊ അവര് നമുക്ക് വന്നിട്ട് പറഞ്ഞു തരും, നിങ്ങൾ പാസ്വേഡ് മാറ്റാൻ ടൈം ആയിട്ടുണ്ട്, നിങ്ങൾ പാസ്വേഡ് മാറ്റണം, പിന്നെ നിങ്ങൾ ഇങ്ങനത്തെ ഫിഷിംഗ് ഇമെയിൽസ് ഒന്നും തുറക്കരുത്, സ്കാം ഇമെയിൽസ് തുറക്കരുത്. അപ്പൊ നമുക്ക് തന്നെ ഇതിന്റെ അകത്ത് വളരെ ഹൈ സെക്യൂരിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ട് നമുക്ക് ഗൈഡൻസ് തരാൻ. അപ്പൊ അതാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു ഗുണം എന്ന് പറയുന്നത്. വി ഹാവ് പീപ്പിൾ ഫ്രം ഡിഫറെന്റ് ബോക്സ് ഓഫ് ലൈഫ് ടു ഗൈഡ് അസ്. ഇപ്പൊ സെക്യൂരിറ്റിയുടെ കാര്യമായാലും സ്കാമിങ്ങിന്റെ കാര്യമായാലും എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഇൻഫർമേഷൻ കിട്ടും. സോ വെരി ഗുഡ് ഇൻഫർമേഷൻ റിയ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പല ആളുകളും ചിന്തിച്ചിരിക്കുന്നത് ഇതൊരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷനിലുള്ള ആൾക്കാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ്, അല്ലെങ്കിൽ അവർ മാത്രം ചെയ്യുന്ന എന്തോ ആണ് എന്നുള്ളൊരു തോന്നലുണ്ട്. എസ്പെഷ്യലി ഹെൽത്ത് കെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന ഒരു ബിസിനസ് ആണെന്നുള്ളൊരു തോന്നലുണ്ട്. പക്ഷേ റിയാലിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ഈ 5 പേരിൽ ആകെ ഒരാൾ മാത്രമേ ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്നുള്ളൂ. അത് നമ്മുടെ അനുവാണ്. അപ്പൊ അനുവിനോട് തന്നെ നമുക്ക് ചോദിക്കാം, അനു, ഈ എന്തുകൊണ്ടാണ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് ഹെൽത്ത് കെയറിലെ ആൾക്കാർ കൂടുതൽ ഇതിലേക്ക് വരുന്നത്, പിന്നെ അവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ? Okay, thank you so much, Chechi. Thank you for having me here. Hi everyone, and thank you all for watching us. So, ആദ്യത്തെ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടായിരിക്കാം കൂടുതൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഇതിലേക്ക് വരുന്നത്? എല്ലാവർക്കും തന്നെ അറിയാം, അത്യാവശ്യം നല്ല സാലറി ഹെൽത്ത് കെയർ പ്രൊഫഷണലുണ്ട്. എന്നിട്ട് കൂടുതൽ ക്യാഷ് വാരാനായിട്ടാണോ, അല്ലെങ്കിൽ ഇത്രയും നന്നായിട്ടുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ടാണ് വരുന്നതെന്നുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഏറ്റവും കൂടുതൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്, എസ്പെഷ്യലി നഴ്സസും ഡോക്ടേഴ്സും ആയിരിക്കും നമ്മുടെ ലൈഫ് കൂടുതൽ ക്ലോസ് ആയിട്ട് കണ്ടിട്ടുള്ളവർ. അതായത് നമ്മുടെ ഹാർഡസ്റ്റ് മൊമെന്റ്സിൽ ഏറ്റവും കൂടുതൽ നിന്നിട്ടുള്ളവർ നഴ്സസ് ആണ്, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആണ്. ഞാനൊരു കൊറോണറി കെയർ യൂണിറ്റ് നഴ്സാണ്. സോ എനിക്കറിയാം, ഐ ഹാവ് സീൻ എ ലോട്ട് ഓഫ് പേഷ്യൻസ്. എല്ലാവരുടെയും മിക്കവരുടെയും ഒരു ലാസ്റ്റ് മൊമെന്റിൽ, ഈവൻ ദോ അവരുടെ ഫാമിലി പോലും കൂടെ ഇല്ലായിരുന്നപ്പം നമ്മൾ അവരുടെ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ലൈഫ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ മസ്റ്റ് സേ ഇറ്റ് ഈസ് സച്ച് ഒരു ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു ടൈമാണ്. വി ഫീൽ സോ, നമ്മൾ ലാസ്റ്റ് മൊമെന്റ് ആണ്, ദേ ആർ നോട്ട് ദെയർ, ജസ്റ്റ് സെക്കൻഡ് അപ്പാർട്ട്. അങ്ങനെ നമുക്കൊരു ഭയങ്കര ഒരു ഇമോഷണൽ സ്റ്റേറ്റിലാണ് നമ്മളൊരു ഹെൽത്ത് പ്രൊഫഷണൽ ആയിട്ട് പോകുന്നത്, ഈവൻ ദോ ദേ ആർ നോട്ട് റിലേറ്റഡ് ടു അസ്. സോ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് കാരണം, വി നോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് അവർ ലൈഫ്. We know what is going to happen. We don't know what is going to happen and just a second after. There is no guarantee. So we always look for something. നമുക്കറിയാം, നമ്മളാണ് ഏർണിംഗ് മെമ്പർ. നമ്മുടെ ഫാമിലിക്ക് വേണ്ടി നാളെ എന്തേലും എനിക്ക് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തേലും ചെയ്യണം എന്നുള്ള ഒരു നല്ലൊരു തിങ്കിങ് ഏതൊരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിന്റെയും മനസ്സിൽ ഉണ്ടാവും. ബിക്കോസ് നമ്മൾ ഈ കടന്നു പോകുന്ന ഈ സിറ്റുവേഷൻസിലൂടെയാണ്. സോ എനിക്ക് തോന്നുന്നു, like doctors and nurses, even though they are getting a pretty good income, they will step into a digital business because they know that plan B is very important to their life, and they will definitely look for something genuine. ആ സമയത്താണ് ഒരു ജെനുവിനിറ്റിയുടെ ഇമ്പോർട്ടൻറ്റ് വരുന്നത്. ബിക്കോസ് ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ, ഒരു നഴ്സസ് ആണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും ഏത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആണെങ്കിലും അവർ വർക്ക് ചെയ്യണമെങ്കിൽ ഏത് കൺട്രിയിലാണോ വർക്ക് ചെയ്യേണ്ടത്, സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ലൈസൻസ് ഉണ്ടായിരിക്കണം, രജിസ്ട്രേഷൻസ് ഉണ്ടായിരിക്കണം, വിച്ച് ഇസ് മാൻഡേറ്ററി. ആൻഡ് നമുക്കിതെല്ലാം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഒരുപാട് എക്സാംസ് എഴുതി നമ്മളത് ഇതായിട്ട് എവറി ഇയർ നമ്മളത് പുതുക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഒത്തിരി ഹാർഡ് വർക്കിംഗ് ഉണ്ട്. ഇപ്പൊ
അപ്പൊ എനിക്ക് ഇതിൽ എന്റെ ലൈസൻസ് പോയിട്ടുള്ള ഒരു പരിപാടിക്ക് ഞാൻ വന്നു ചേരത്തില്ല. ബിക്കോസ് വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അസ്. അതാണ് നമ്മുടെ പ്രൈമറി ജോബ് എന്ന് പറയുന്നത്. സോ ഇതെല്ലാം കളഞ്ഞിട്ട് ഇങ്ങനെ ഒരു ബിസിനസ്സിൽ നമ്മൾ വരണമെങ്കിൽ അത് അത്രമാത്രം ജെന്യുവിൻ ആയിരിക്കും, അല്ലെങ്കിൽ അത്രമാത്രം ആക്ച്വൽ ആയിരിക്കും. അപ്പം അതാണ് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ട് നമ്മൾ ഈ ബിസിനസ്സിൽ എന്തുകൊണ്ട് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് അല്ലെങ്കിൽ നഴ്സസും കൂടുതലായിട്ട് നമ്മൾ കാണുന്നു എന്നുള്ളത്. അപ്പം ചിലപ്പം എല്ലാവരും കൂടുതൽ നഴ്സസിനെ ആയിരിക്കും കണ്ടിട്ടുള്ളത് ഇങ്ങനെ മീഡിയയിൽ വന്നു കഴിഞ്ഞിട്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇതൊരു ഗ്ലോബൽ ബിസിനസ് ആണ്. ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ ഇപ്പൊ മെലിന ചേച്ചി OTC മാനേജർ ആണ്, റിയ ചേച്ചി IT കൺസൾട്ടന്റ് ആണ്, കാർത്തിക കസ്റ്റമർ കെയർ കൺസൾട്ടന്റ് ആണ്, ഫ്രാൻസി വേറെ ഡിഫറെന്റ് ജോബ് ചെയ്യുന്ന ഒരാളാണ്. ബട്ട് സ്റ്റിൽ ഹി ഈസ് മാനേജിങ് ടു ഡു ദിസ്. സോ അപ്പൊ ഞാൻ മാത്രമുള്ള ഇതിൻ്റെ അകത്ത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ. അപ്പൊ നമ്മളൊരു കാര്യങ്ങൾ മനസ്സിലാക്കാതെ, കംപ്ലീറ്റ്ലി മനസ്സിലാക്കാതെ നമ്മളൊരു കൺസെപ്റ്റിലെത്തി ദിസ് ഈസ് ഓൺലി ഫോർ നഴ്സസ് അല്ലെങ്കിൽ ദിസ് ഈസ് ഓൺലി ഫോർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ അങ്ങനെ മനസ്സിലാക്കാതെ യു കം ടു ദിസ് ആൻഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് എക്സാക്ട്ലി ഹാപ്പനിങ്, എന്താണ് സോ നടക്കുന്ന എന്ത് എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുവാണെങ്കിൽ വിച്ച് ഇസ് മോർ ബെനിഫിറ്റിംഗ് ഫോർ യു അല്ലെ. നമ്മൾ ഒരു കാര്യങ്ങൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ മനസ്സിലാക്കാം, നിങ്ങൾ അവർക്ക് കൂടുതൽ നഴ്സസിനും ഡോക്ടേഴ്സിനും ഇനിയും കാശ് വേണം, ഭയങ്കര ആർത്തി പിടിച്ച് കാശിന്റെ പുറകെ പോവാന്നേന്ന് വിചാരിക്കാതെ, see they are wisely thinking, they are securing for their future and for their kids. അങ്ങനെ വിചാരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ഡിസിഷൻ ഇന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും നിങ്ങൾക്കും അത് നല്ലതായിരിക്കും. സോ ഇത്രയാണ് എനിക്ക്. ചേച്ചി ഈ ക്വസ്റ്റ്യൻ അല്ലേ ചോദിച്ചാൽ ഇനി ഞാൻ എന്തെങ്കിലും ആഡ് ചെയ്യാനായിട്ടുണ്ടോ? ഇല്ല, ഇപ്പൊ അനു പറഞ്ഞത് വളരെ പവർഫുൾ ആയിട്ടുള്ള തോട്ട്സ് ആണ്. ആൻഡ് ഇപ്പൊ അനു പറഞ്ഞ ഫസ്റ്റ് റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് ലൈഫിൽ ഏറ്റവും അടുത്ത് കാണുന്ന ആളുകൾ. അതായത് ലൈഫ് ഈ ലോകത്ത് നിന്ന് ആത്മാവ് പോകുന്ന ആ നിമിഷം ചിലപ്പോൾ നിങ്ങളായിരിക്കും നമ്മുടെയൊക്കെ കൂടെ ഉണ്ടാകുന്ന ആളുകൾ. ആൻഡ് ദാറ്റ് മൊമെന്റ് ഇസ് സോ ഇമോഷണലി നമ്മളെ വളരെയധികം ഇമോഷണലി നമ്മളെ അറ്റാച്ച്, ഇങ്ങനെ അത് നമ്മളെ ഹോണ്ട് ചെയ്യും ഇല്ലേ. ഐ തിങ്ക് ഇറ്റ് വിൽ ഹോണ്ട് യു ഫോർ എ കപ്പിൾ ഓഫ് ഡേയ്സ്. ഈവൻ ദോ അവർ നമ്മുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ പോലും ആ മൊമെന്റ് നമ്മളെ കുറച്ച് ദിവസം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അത് കിടക്കും. നമ്മളെ വളരെ ഇമോഷണൽ മൊമെന്റ്സ് ആണത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ലൈഫിന്റെ ആ ഒരു റിയാലിറ്റി ശരിക്കും അറിയാവുന്ന ആളുകളാണ് നിങ്ങൾ. ആൻഡ് ദാറ്റ് ഇസ് ദ റീസൺ ആസ് യു സെഡ് യു പീപ്പിൾ ആർ റിയലി തിങ്കിങ് അബൌട്ട് എ പ്ലാൻ ബി. ആൻഡ് നിങ്ങൾ ആ മക്കളെ കുറിച്ചും പിന്നെ കുട്ടികളെ കുറിച്ചും ഹെൽത്തിനെ കുറിച്ചും ഒക്കെ നിങ്ങൾ പറയാണ്. ആൻഡ് ദാറ്റ് മൈറ്റ് ബി വൺ ഓഫ് ദ റീസൺ ദാറ്റ് നഴ്സസ് ആർ ഗെറ്റിംഗ് ഇൻവോൾവ് ഇൻ ദിസ് ബിസിനസ്. ആൻഡ് ദ അതർ തിങ് ഇസ് ദേ ആർ ട്രൈങ് ടു വർക്ക് സ്മാർട്ടർ. അവർക്ക് ആർത്തിയുള്ള ആളുകളാണെങ്കിൽ അവർക്ക് എക്സ്ട്രാ ഷിഫ്റ്റ് എടുക്കാം, ഡബിൾ ഡ്യൂട്ടി ചെയ്യാം, പല ഓപ്ഷൻസ് ഉണ്ട് അവർക്ക്. പക്ഷെ ഇപ്പൊ അനു ആ മോന്റെ കൂടെ ഇരിക്കുന്ന പോലെ ഇരിക്കാൻ പറ്റില്ല. ഷീ ഹാസ് ടു ബി സംവെയർ എൽസ്. ഷീ ഹാസ് ടു സിറ്റ് വിത്ത് പീപ്പിൾ ലൈക്ക് പേഷ്യൻസിന്റെ കൂടെ ആയിരിക്കും. സോ അതാണ് നമ്മളുടെ ഈ ഒരു ബിസിനസിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. വി ക്യാൻ ബി വിത്ത് യുവർ ഫാമിലി, വി ക്യാൻ ബി വിത്ത് യുവർ ലിറ്റിൽ വൺസ്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ഫിസിക്കൽ ജോബിലേക്ക് പോകാതെ സ്മാർട്ടറായിട്ട് തിങ്ക് ചെയ്ത് ഇന്നത്തെ ലോകത്ത് എന്താണോ കൂടുതൽ പൊട്ടൻഷ്യൽ ഉള്ളത്, വിച്ച് ഇസ് ദ ഡിജിറ്റൽ വേൾഡ്, വിച്ച് ഇസ് ദ ആ ഒരു ഡിജിറ്റലൈസേഷൻ ആണ് ഇപ്പൊ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഭാഗമായിട്ട് അതിലൂടെ എങ്ങനെ നമുക്ക് ഇൻകം ഏൺ ചെയ്യാമെന്നാണ് അനുവിനെ പോലെയുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസും പിന്നെ കൂടാതെ നമ്മളെ പോലെ വേറെയുള്ള കരിയർ ആളുകളും ചിന്തിക്കുന്നത്. വി ആർ തിങ്കിങ് സ്മാർട്ടർ, ദാറ്റ്സ് ഓൾ. മറ്റുള്ളവർക്ക് അങ്ങനെ തിങ്ക് ചെയ്യാൻ പറ്റാത്തത് നമ്മളുടെ ആരുടെയും കുറ്റമല്ല. ബട്ട് ഇഫ് യു ഇൻ യുവർ ലോങ് റൺ നിങ്ങളുടെ മക്കള് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ ചിന്തിക്കുന്നത്. നോബഡി ഈസ് ഗോയിങ് ടു തിങ്ക് അബൌട്ട് ഫിസിക്കൽ ജോബ്. ബിക്കോസ് ഇനി അങ്ങാട് ജോലി ഉണ്ടാകുമോ അല്ലെങ്കിൽ ജോലിയിൽ എന്താ സംഭവിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് എവറിത്തിങ് ഇസ് റീപ്ലേസ്ഡ് ബൈ AI ഓർ സം കൈൻഡ് ഓഫ് ഓട്ടോമേഷൻ. ദർ ഇസ് സം ഓട്ടോമേഷൻ വെയിറ്റിംഗ് ടു റീപ്ലേസ് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് us. എല്ലാ കാര്യത്തിലും ഓട്ടോമേഷൻസ് കയറിക്കൊണ്ടിരിക്കണേ. നമ്മൾ വിചാരിക്കാത്ത പല കാര്യങ്ങളിലും ഓട്ടോമേഷൻസ് വന്നുകൊണ്ടിരിക്കണേ അല്ലെ. 10 കൊല്ലം മുമ്പ് നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യില്ല, ബാങ്കിങ് ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. ബട്ട് ടുഡേ വി ആർ ഈവൻ കൺസൾട്ടിങ് ഡോക്ടേഴ്സ് ത്രൂ ഓൺലൈൻ. എത്രയോ തവണ ഞാൻ ഡോക്ടേഴ്സിനെ ഓൺലൈനിലൂടെ കൺസൾട്ട് ചെയ്ത് അവർ പ്രിസ്ക്രിപ്ഷൻ ഫാർമസിയിലേക്ക് അയച്ചു കൊടുത്ത് നമ്മൾ പോയി മരുന്ന് വാങ്ങിക്കുന്നു. അത് നമുക്ക് ഇമാജിൻ കൂടി ചെയ്യാൻ പറ്റാത്ത കാര്യമായിരുന്നു പണ്ട്. ബട്ട് വി ആർ ഡൂയിങ് ഇറ്റ്.
ആൻഡ് കോവിഡ് ആ പാൻഡമിക് ആണ് നമ്മൾ അതിലേക്ക് കൂടിയൊക്കെ കൊണ്ടുവന്നത്. ദാറ്റ് ആ ഒരു വേൾഡ് മുഴുവൻ ഷട്ട് ഡൗൺ ചെയ്ത് നമ്മൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്ത അവസ്ഥയിലാണ് ഇതെല്ലാം നമ്മൾ പഠിച്ചതും പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്തതും. ആൻഡ് ദാറ്റ് ഇസ് ഓൾ ഇറ്റ്സ് ഹാപ്പനിങ്. ദ വേൾഡ് ഇസ് ചേഞ്ചിങ്, വി ഹാവ് ടു ചേഞ്ച് വിത്ത് ദ വേൾഡ്. സോ താങ്ക് യു സോ മച്ച് അനു. അപ്പൊ ഇനി മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കുറെ ആളുകളുണ്ട് അവർക്ക് ഒന്നിനും കാശ് മുടക്കാനൊന്നും താല്പര്യമില്ല, പക്ഷേ കാശ് ഉണ്ടാക്കുകയും വേണം. ദേ വാണ്ട് ടു ഏൺ ബട്ട് ദേ കാൺട്ട് സ്പെൻഡ് മണി ഫോർ ലേണിംഗ്. പഠിക്കാൻ താല്പര്യമില്ല, ബിസിനസ് വേണം, പക്ഷെ അവർക്ക് കാശ് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. ഉള്ളവരോട് എന്താ പറയാ കാർത്തിക? Thank you, Chechi. Thank you for inviting me. Thank you everybody for watching us. Okay, ഈ ഒരു എന്താ പറയുക, ഫ്രീ ആയിട്ട് എന്നാണ് എല്ലാവരും നമ്മുടെ ഒരു ഓൺലൈൻ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് കേൾക്കുമ്പോൾ ആദ്യം പറയുന്ന കാര്യം, ഇത് ഫ്രീ ആണോ? അല്ല, ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ആണ്, നമുക്ക് ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു സാധനം നമുക്ക് കിട്ടണമെങ്കിൽ എവിടെയെങ്കിലും നമുക്കത് ഫ്രീ ആയിട്ട് തരുന്നത് നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്താ ഈ ഓൺലൈൻ മാത്രം കേൾക്കുമ്പോൾ എല്ലാവരും പറയുന്നത് ഇത് ഫ്രീ ആണോ, ഇത് സ്കാം ആണോ എന്ന് ചോദിക്കുന്നത് എന്താണെന്ന് എനിക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല. നമുക്കൊരു സാധനം വാല്യുബിൾ, ഒരു വാല്യൂ ആ സാധനത്തിനുണ്ട്, നമുക്ക് അതിൽ നിന്നൊരു സാധനം ക്വാളിറ്റി ആയിട്ട് അച്ചീവ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരു എമൗണ്ട്, ഒരു അല്ലെങ്കിൽ ഒരു ഇതുണ്ടായിരിക്കും, നമ്മൾ പേ ചെയ്യേണ്ടതായിരിക്കാം ചിലപ്പോൾ അത്. അല്ലെങ്കിൽ ഒരു ബിസിനസ് ആണെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെന്റ് പാർട്ട് കാണും. വാല്യുബിൾ ആണെങ്കിൽ വി കാൺ ഗെറ്റ് ഇറ്റ് ഫോർ ഫ്രീ. നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങൾ എടുത്തു നോക്ക്. നിങ്ങൾ പഠിക്കുന്ന ഒരു ഡ്രൈവിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന ഒരു ജിമ്മിലായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളിപ്പോ ചെയ്യുന്ന ഏതൊരു കാര്യം, ഇപ്പൊ നിങ്ങളൊരു കോഴ്സിന് ജോയിൻ ചെയ്തു എന്ന് തന്നെ വെച്ചോളൂ. അപ്പൊ ആദ്യമൊക്കെ അവരെന്താ പറയുക, കുറച്ചൊരു ഔട്ട്ലൈൻ നമുക്ക് തരും. ബാക്കി എല്ലാ കാര്യങ്ങളും അതിനകത്ത് നമ്മളൊരു പേയ്മെന്റ്, നമ്മൾ ഒരു സ്കൂളിലായാലും ഒരു കോളേജിലായാലും പോയി നമ്മളൊരു സീരിയസ് ആയിട്ട് നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു കോളേജിൽ പോയി ഒരു പുതിയൊരു പ്രൊഫഷണൽ കോളേജിൽ പോയി ഒരു കോഴ്സിന് ചേരുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള അതിനൊരു വാല്യൂ കണ്ടിട്ടാണ് നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് പോകുന്നത്. സെയിം തന്നെയാണ് ഈ ഒരു ബിസിനസ്സിനകത്തായാലും വരുന്നത്. ഇനി ഈ ഓൺലൈനിൽ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നെറ്റ്ഫ്ലിക്സ് ആയാലും സ്പോട്ടിഫൈ ആയാലും യൂട്യൂബ് ആയാലും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് അതിന്റെ ഹയർ ക്വാളിറ്റിയിലേക്ക് ഒരു സാധനം വേണമെങ്കിൽ തീർച്ചയായിട്ടും അവർ പറയും യു ഹാവ് ടു അപ്ഗ്രേഡ് ഇറ്റ് എന്ന് പറയും, അല്ലേ? നമുക്ക് അതിന്റെ പ്രീമിയം ഓപ്ഷൻ എടുക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനകത്ത് പേയ്മെന്റ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഈ ബിസിനസ്സിലും അങ്ങനെയാണ്. ഈ ബിസിനസ് ഫ്രീ ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ട ഫ്രീ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമ്മൾ തരുന്നുണ്ട്, ഫ്രീ ആയിട്ട് തന്നെ ഇതിന്റെ വെബിനാർ. പക്ഷെ നെക്സ്റ്റ് ലെവലിലോട്ട് നിങ്ങൾ ഈ ബിസിനസ്സിനെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് പാർട്ട് വരും. ഫ്രീ ആയിട്ട് നിങ്ങൾ ഒരാളെ എന്തെങ്കിലും ഒരു കാര്യത്തിന് മാത്രമായിട്ട് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ബിലീവ് ദാറ്റ് ഇറ്റ് ഇസ് എ സ്കാം. അല്ലാതെ ഞങ്ങൾ ചെയ്യുന്ന ബിസിനസ് അല്ല സ്കാം. ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പെട്ട്, വളരെ കഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഇത് ചെയ്യുന്നത്. അല്ല, നമ്മൾ എൻജോയ് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്ത്, നമ്മുടെ എഫേർട്ട് സ്പെൻഡ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. ഇപ്പൊ പല പ്രൊഫഷനിൽ നിന്നുള്ള ആൾക്കാർ ഇത് ചെയ്യുന്നത്. നമ്മൾ ആരും തന്നെ പൈസയുടെ പുറകെ പോകാൻ വേണ്ടിയിട്ടല്ല ഈ ബിസിനസ് ചെയ്യുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, ഫ്ലെക്സിബിലിറ്റി, ഫ്രീഡം, ടൈം ഫ്രീഡം, ദ മൊമെന്റ് വിത്ത് അവർ ഫാമിലി. നമുക്ക് ഒരുപാട് സ്ട്രെസ് ചെയ്യാൻ വയ്യ. കാരണം നമ്മളിപ്പോ ഒരുപാട് ജീവിതത്തിന്റെ ഇപ്പൊ ഒത്തിരി കണ്ടു കഴിഞ്ഞ ആൾക്കാർ വരെ ഇവിടെ ഉണ്ട്. ഇപ്പൊ മെൽന ചേച്ചി ആയാലും റിയ ചേച്ചി ആയാലും ഒക്കെ നമ്മളെക്കാളും ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മള് എനിക്കത്ര പ്രായമൊന്നുമില്ല കേട്ടാ. എന്നാലും ഞാൻ പറയുവാണ് ഇതിനേക്കാളും. പക്ഷെ നമ്മുടെ ഈ ബിസിനസ്സിൽ ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത് 70+ അല്ലെങ്കിൽ 80 വരെ ഉള്ള ആൾക്കാർ നമ്മുടെ ഈ ബിസിനസ് ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ അവരുടെ ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസ് കണ്ടു വന്ന ആൾക്കാരാണ്. അവര് പോലും ഈ ഓപ്പർച്യൂണിറ്റി ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇതിന്റെ വാല്യൂ കണ്ടിട്ടാണ്. സോ വി ഹാവ് ടു സീ ദാറ്റ് വാല്യൂ ദാറ്റ് ദിസ് ബിസിനസ് ഇസ് പ്രൊവൈഡിങ്. അല്ലാതെ ഇതൊരു സ്കാം ആണെന്നും ഇത് ഫ്രീ ആയിട്ട് എനിക്ക് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഫ്രീ ആയിട്ട് എനിക്ക് കിട്ടും. നിങ്ങൾക്കൊരു പരിധി വരെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഫ്രീ ആണ്. പക്ഷേ അടുത്തൊരു സ്റ്റെപ്പിലോട്ട് നിങ്ങൾക്ക് ഇത് ജെന്യൂൻ ആയിട്ട് എടുക്കണമെങ്കിൽ യെസ്, വി ഹാവ് എൻ ഇൻവെസ്റ്റ്മെന്റ് പാർട്ട് ഇൻ ദിസ് ബിസിനസ് ആൻഡ് വി ആർ, നമ്മൾ ഒളിച്ചല്ല നിങ്ങളോട് പറയുന്നത്, ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. അല്ല, ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് ആര് ഈ ബിസിനസിനെ കുറിച്ച് എൻക്വയറി ചെയ്താലും നമ്മൾ ഒരിക്കലും ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു കാര്യങ്ങളും മിസ്കൺസെപ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഫോൾസ് ഇൻഫർമേഷൻ ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ പറഞ്ഞിട്ടില്ല.
We are directly telling that this is this business, and we are never dragging people into this business. We are not going behind any person. ആരുടെയും പുറകെ നമ്മൾ പോകുന്നില്ല, ആരെയും നമ്മൾ ഡ്രാഗ് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങളുടെ അടുത്ത് വരുന്ന എൻക്വയറീസിന് മാത്രമാണ് ഞങ്ങൾ ആൻസർ കൊടുക്കുന്നത്. അല്ലാതെ ഒരാളുടെയും പുറകെ ഞങ്ങൾ പോകാറില്ല, ഈ ബിസിനസ്സിലേക്ക് വലിച്ചഴക്കാറില്ല. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഓൺലി യു ഹാവ് ടു ഡു ദിസ്. അല്ലെങ്കിൽ യെസ്, യു ആർ അബ്സല്യൂട്ട്ലി ഓൾ ഗുഡ് ടു ക്വിറ്റ് ദിസ് ബിസിനസ്. നമ്മൾ ആരും നിങ്ങളെ ഒരിക്കലും പിടിച്ചു നിർത്തുന്നില്ല. നമ്മൾ ആരും നിങ്ങളെ, ചിലർ പറയും MLM പോലെ തന്നെയാണ്, MLM പോലെ തന്നെയാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. അല്ല, ഇത് MLM അല്ല. നമ്മൾ നമ്മുടെ എഫേർട്ട് ഇട്ട് അവരവരുടെ കഷ്ടപ്പാട് ഒരുപാട് സമയം എടുത്ത്, അല്ലെങ്കിൽ ഒരുപാട് സമയം ഇൻ ദ സെൻസ് അവരവരുടെ ഫ്രീ കിട്ടുന്ന സമയം അവർ ഇൻവെസ്റ്റ് ചെയ്താണ് ചെയ്യുന്നത്. അനു ഇപ്പൊ ഈ ബിസിനസ് ചെയ്യുന്ന കുഞ്ഞിന്റെ കൂടെയാ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഫാമിലിയോട് ഒപ്പം ഇരുന്നാ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലിരുന്നാ ചെയ്യുന്നത്, ചിലപ്പോ ഫ്രാൻസിയുടെ ജോലി സ്ഥലത്തിരുന്നാ ചെയ്യുന്നത്, മെലിന ചേച്ചിയും റിയ ചേച്ചിയും വീട്ടിലിരുന്നാ ചെയ്യുന്നത്. നമ്മൾ എല്ലാവരും നമ്മുടെ ടൈം എടുത്ത്, നമ്മുടെ ആ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈമിനെടുത്താ ഈ ബിസിനസ് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നമുക്ക് ഒരുപാട് പൈസ വേണമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരു തൊഴിലില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ മാന്യമായ ഒരു തൊഴിലുണ്ട്. അതിന്റെ കൂടെ തന്നെയാണ് ഞങ്ങൾ ഈ ബിസിനസ്സും ചെയ്യുന്നത്. ബട്ട് ആൻഡ് ഓൾസോ വി ആർ ഓൾ പ്രൗഡ് ടു സേ ദാറ്റ് വി ആർ റണ്ണിങ് ആൻ ഓൺലൈൻ ബിസിനസ്. ഞങ്ങൾ വളരെ പ്രൗഡാണ് ഈ ബിസിനസ് റൺ ചെയ്യുന്നതിൽ. അതെ, താങ്ക് യു സോ മച്ച് കാർത്തിക പറഞ്ഞതിൽ വളരെ ഒത്തിരി ഇന്ന് നമ്മുടെ ഡിസ്കഷൻ വളരെ പവർഫുൾ ആയിട്ടുള്ള ഡിസ്കഷൻ ആണ്. ആൻഡ് ഐ ജസ്റ്റ് വോണ്ട് ടു റിയലൈസ് ഈ ഒരു വേർഡിങ്സ് എനിക്ക് ഇപ്പോഴും ഞാൻ പിന്നെയും എടുത്ത് കാണിച്ചതിന്റെ മീൻസ് മണി ഈസ് ജസ്റ്റ് എ ടൂൾ. പീപ്പിൾ തിങ്ക് മണി ക്യാൻ ബൈ ഹാപ്പിനെസ്. ഹാപ്പിനെസ് അല്ല നമ്മുടെ മണി അല്ല നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത്. ഫ്രീഡം ആണ്. എവറിബഡി വാണ്ട്സ് ഫ്രീഡം ഇൻ ലൈഫ്. വി വാണ്ട് ഫ്രീഡം ഫോർ ടൈം ഫ്രീഡം വേണം, ഫിനാൻഷ്യൽ ഫ്രീഡം വേണം. വി വാണ്ട് ഫ്രീഡം ഇൻ ലൈഫ്. പക്ഷെ ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യണില്ല. സോ മണി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഫ്രീഡം കിട്ടുള്ളൂ. ടു ഏൺ മണി ദർ ഇസ് നോ ഹാം. നമ്മൾ ലെജിറ്റിമേറ്റ് ആയിട്ട് എന്ത് ചെയ്താലും അതിൽ ഒരു തെറ്റുമില്ല. പിന്നെ നമ്മുടെ ചില വീഡിയോസ് കാണുമ്പോൾ ചില ആളുകൾക്ക് വളരെ അസ്വസ്ഥതയാണ്. ഇവരുടെ വീഡിയോ എപ്പോഴും പോപ്പപ്പ് ചെയ്യണമെന്ന് തന്നെ. യുനോ, നിങ്ങളുടെ വീഡിയോസിന്റെ ഇടയിൽ മെഴ്സിഡീസിന്റെ ആഡ് വരുന്നുണ്ടാവും, ടൊയോട്ടയുടെ ആഡ് വരുന്നുണ്ടാവും, പല കാറുകളുടെയും പല ആഡ്സ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടാൽ മതിയല്ലോ, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടല്ലോ. യു ക്യാൻ സ്കിപ്പ് ഇറ്റ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ആ ആഡ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളും ഈ ഒരു ഓപ്പർച്യൂണിറ്റി അന്വേഷിക്കുന്ന ആളായതുകൊണ്ടാണ് നിങ്ങൾക്ക് ആഡ്. നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഓൺലൈൻ ഓപ്പർച്യൂണിറ്റി അന്വേഷിക്കുന്നവരെയാണ്. ഞാൻ പറയും, അത് ചിലപ്പം ദൈവമായിട്ട് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നതായിരിക്കണം. നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുമ്പിൽ ദൈവം കൊണ്ടുതരുന്നത്. അതെ, അബ്സല്യൂട്ട്ലി. അതെ, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം. ഇനി നിങ്ങൾ അങ്ങനെ ചിന്തിക്കാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ വീണ്ടും അതും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ടെങ്കിൽ there is something that God or universe, whoever you are believing, അവർക്ക് അത് നമ്മുടെ എന്റെ കാര്യത്തിൽ അതായിരുന്നു ഞാൻ ആലോചിക്കുന്നത്. ഇത് എന്റെ മുമ്പിൽ വരുന്നവരെ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇതായിരിക്കും ചിലപ്പം എന്റെ വഴി ഇതായിരിക്കണം എന്ന്. ഞാൻ എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടിയിട്ടാണ് നടക്കുന്നത്. കുറച്ച് ഇതായിരിക്കണം എന്റെ ഇതെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതെ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എന്താണോ ബിലീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്താണോ തിങ്ക് ചെയ്യണത് അത് തന്നെയായിരിക്കും നമ്മുടെ മുമ്പിലേക്ക് വന്ന്. ഇപ്പൊ നമുക്കറിയാം, നമ്മളൊരു ചുമന്ന കാറ് മേടിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടെ നോക്കിയാലും റെഡ് കളർ കാസിനെ കാണാൻ പറ്റും നമുക്ക്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ബ്രെയിൻ അത് ക്യാപ്ചർ ചെയ്യും. അതായത് റെഡ് കളേഴ്സ് കാർ ഇത്രയും നാൾ കാണാത്ത ആള് അത് മേടിക്കണം എന്ന ആഗ്രഹം തോന്നി ആ നിമിഷം മുതൽ നമ്മുടെ ബ്രെയിൻ ആ റെഡ് കളേഴ്സ് എല്ലാം പിടിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെയാണ് നിങ്ങൾ ഓൺലൈൻ ബിസിനസിനെ കുറിച്ച് ആലോചിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയോ നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ then this will come there and then you have to explore it. പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരുടെ ആഡ് പോപ്പ് ചെയ്തെന്ന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സോ അതൊരു ഞാൻ പറഞ്ഞത് നമ്മൾ കേൾക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ. ഇനി താങ്ക് യു സോ മച്ച് കാർത്തിക, താങ്ക് യു. ഇനി ഫ്രാൻസിനോടാണ് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പൊ ചില ആളുകൾ പറയും, ഞാൻ ഈ ബിസിനസ് സക്സസ്ഫുൾ ഒന്നും ആയിട്ടില്ല, എനിക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ അവരോട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. നമ്മളിങ്ങനെ ചോദിക്കും എന്താണ് കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് ട്രെയിനിങ് ഒന്നും എടുക്കാൻ നേരമില്ല, ഞങ്ങൾക്ക് ഇങ്ങനത്തെ സൂം സെഷൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ നേരമില്ല, ഒന്നിനും നേരമില്ല. പക്ഷെ അവർ നോക്കുമ്പോൾ അവർ ടൂറ് പോകണമെന്നുണ്ട്, അവർ നെറ്റ്ഫ്ലിക്സ് കാണാനുണ്ട്, അവർ ഏറ്റവും പുതിയ സിനിമകൾ പോയി കാണുന്നുണ്ട്, യൂട്യൂബ് വാച്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർ പറയണേ എനിക്ക് ബിസിനസ് സക്സസ്ഫുൾ ചെയ്യാൻ പറ്റുന്നില്ല, ട്രെയിനിങ് എടുക്കാനും പറ്റുന്നില്ല, മെന്ററിങ് സെഷൻസ് ഒന്നും പറ്റുന്നില്ല. അങ്ങനെ ഉള്ള ആളുകളോട് ഫ്രാൻസി എന്ന് പറയും, ക്യാൻ ദേ ബി സക്സസ്ഫുൾ ഇൻ ദിസ് ബിസിനസ്?
അയ്യോ ഫ്രാൻസി മ്യൂട്ട്, ഒരു മിനിറ്റ്. ഫ്രാൻസി നേരത്തെ മ്യൂട്ട് കേൾക്കാൻ ആയിരുന്നേ. പറ്റുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം, പറഞ്ഞു ഓക്കെ. പറഞ്ഞു. ഹായ് എവ്രി വൺ, ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് ഈവനിങ്. ഓക്കെ മെലീന, എൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നോയാണ്. കാരണം നമ്മളൊരു ബിസിനസ് ആദ്യം തുടങ്ങുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം ടേക്ക് കെയർ ചെയ്യാനായിട്ട്. ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ടുപോകുന്ന പോലെയാണ് നമ്മൾ ടേക്ക് കെയർ ചെയ്യണത്. ഓരോ ജേർണിയും, ഓരോ ഫസ്റ്റ് സ്റ്റെപ്പ് തുടങ്ങി ഓരോ ജേർണിയിലും നമ്മൾ ലേൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനാണ് നമുക്ക് ട്രെയിനിങ് സൈറ്റ് തന്നിരിക്കുന്നത്. നമുക്കുള്ള നമ്മുടെ ഓൺ റിപ്ലേസ് വീഡിയോ കണ്ട് നമുക്ക് ട്രെയിനിങ് ചെയ്യാൻ പറ്റും. ഇപ്പം എൻ്റെ കാര്യത്തിൽ ഞാൻ പഠിച്ചത് ഇങ്ങനെയാണ്. നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണം. ഡെഫിനറ്റ്ലി ഈ ചെയ്യുന്ന ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് ഒരു 1 or 2 hours, പോട്ടെ 1 hour എല്ലാ ദിവസവും സ്പെൻഡ് ചെയ്യാൻ പറ്റിയാൽ മതി. മെയിനായിട്ട് ഈ നമുക്ക് തന്നിരിക്കുന്ന ബിഗിനിങ് തുടങ്ങിയുള്ള ആ ഒരു ട്രെയിനിങ് സെക്ഷൻ കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്ത് ലേൺ ചെയ്ത് എന്നിട്ട് വേണം അടുത്ത ആക്ഷനിലോട്ട് പോകാനായിട്ട്. സോ ഒരിക്കലും ഇതൊന്നും പഠിക്കാതെ, എന്താ പറയുക, ഒന്നും ചെയ്യാതെ ബിസിനസ് ചെയ്തിട്ട് അയ്യോ എനിക്ക് റിസൾട്ട് ഒന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നവരുടെ അടുത്ത് എന്താ പറയുക, നത്തിങ് ടു സേ. നമ്മളിപ്പോൾ ഒരു എന്ത് ചെയ്താലും അതിന് ഒരു പ്രാധാന്യം കൊടുക്കണം. സ്പെയർ ടൈം വേണം, എല്ലാം വേണം. പക്ഷേ അറ്റ് ദ ബിഗിനിങ് സ്റ്റേജ് നമ്മൾ കഷ്ടപ്പെടണം. കഷ്ടപ്പെടാതെ ഒരു ബിസിനസ്സും കിട്ടില്ല. നമ്മൾ ചെയ്യുന്നത് എന്താ പറയുക, ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നാളെ $1 million എടുക്കുന്ന ബിസിനസ് ഒന്നല്ലല്ലോ നമ്മുടെ. നമ്മൾ അതിനുള്ളൊരു, എന്താ പറയുക, ഒരു ലേണിംഗ് പാർട്ട് നമ്മൾ ചെയ്യണം. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഗ്രോ ചെയ്ത് എല്ലാവരും പോകുന്നതും എല്ലാം ഇതായിട്ട് ചെയ്യുന്നതും. പിന്നെ സ്കാമിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. നിങ്ങളെല്ലാവരും വെരി വെല്ലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ എൻ്റെ മെലീന ചോദിച്ച ക്വസ്റ്റിന് എൻ്റെ മറുപടി ഇതാണ്. ഞാനൊന്ന് ആഡ് ചെയ്യാൻ, ഒരിക്കലും ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ ഈ ബിസിനസ് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, വിജയിക്കില്ല. അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഉറപ്പായിട്ടും പിന്നീട് അയ്യോ എനിക്ക് ഒന്നും നടക്കുന്നില്ല, ഇത് സ്കാമാണ്, അങ്ങനെയാണെന്നൊക്കെ ആൾക്കാരാണ് അത് പറഞ്ഞു പരത്തുന്നതും. ഓക്കെ, ഒരു പരിധി വരെ ഈ ഒന്നും ആവാത്ത ആൾക്കാർ, ഒരു ആക്ഷൻ ഇല്ലാതെ റിസൾട്ട് നോക്കിയിരിക്കുന്ന ആൾക്കാരെ കുറിച്ച്. ഓക്കെ, ഞാൻ എൻ്റെ കാര്യത്തിൽ ഇതൊക്കെ ഞാനിപ്പം യൂട്യൂബിലും സ്ക്രോൾ ചെയ്തിട്ടും മറ്റേ റീൽസ് ഒക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ ആ സമയത്ത് എനിക്ക് സന്തോഷം ഉണ്ടാവും. പക്ഷെ കുറച്ച് കഴിഞ്ഞ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കും അയ്യോ ഞാൻ ഫുള്ള് ടൈം വേസ്റ്റ് ആക്കുന്നത്. അതേസമയം നമ്മളിപ്പം ഒരു ട്രെയിനിങ് എടുക്കുകയോ ഇതോ ചെയ്ത് നമ്മളൊരു പ്രൊഡക്റ്റീവായിട്ടാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ സമയം കുറച്ച് നമുക്കൊരു സന്തോഷം കുറവുണ്ടാവും. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് മനസ്സിലാവും നമ്മളൊരു പ്രൊഡക്റ്റീവായിട്ടാണ് നടക്കുന്നത്. വെറുതെ സ്ക്രോൾ ചെയ്തിട്ട് കുറേ റീൽസ് വെറുതെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയല്ല. നമ്മളൊരു ട്രെയിനിങ് ആണ് എടുത്തിട്ട്, മീൻസ് നമ്മുടെ ട്രെയിനിങ് ഇത് മാത്രമല്ല, നമ്മുടെ മെന്റൽ അപ്ലിഫ്റ്റും കൂടെയാണ് എല്ലാം കൂടെ നടക്കുന്നത്. നമ്മൾ കൂടുതൽ വിവരം ഉണ്ടാക്കുന്നേരം നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പേഴ്സണൽ ഗ്രോത്ത് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? യുനോ എൻ്റെ ഒരു ലൈഫ് ഇങ്ങനെയായിരുന്നു, വർക്ക്. പിന്നീട് ഈ ബിസിനസ്സിലോട്ട് വന്നപ്പോൾ ഐ സ്റ്റാർട്ടഡ് ലേണിംഗ് ന്യൂ തിങ്സ് എവറി ഡേ. എന്താ പറയാ, കോൺഫിഡന്റ് ആയി. ഐ സോ കോൺഫിഡന്റ്, ഐ വെരി കോൺഫിഡന്റ്. വളരെ ശരിയാ ഫ്രാൻസി പറഞ്ഞത്. നമുക്ക് ഭയങ്കര ഒരു സെൽഫ് വർത്ത് ഉണ്ടാവും. നമുക്കൊരു ഹൈ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന സ്കിൽസ് ആണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സോ അത് നമുക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഐ എം ഷുവർ നമ്മൾ വെളിയിൽ പോയി പഠിക്കുവാണെങ്കിൽ ഇതിന് ഒരുപാട് ഡോളേഴ്സ് സ്പെൻഡ് ചെയ്തേ പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇത് നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് പറ്റുന്ന രീതിയിൽ തന്നെ ചെയ്യും. ആൻഡ് അറ്റ് ദ എൻഡ് വി ഫീൽ പ്രൗഡ് ഓഫ് അവർ സെൽഫ്. വളരെ കറക്റ്റ് ആണ്. ലൈവ് ഒക്കെ വരുന്നത് കൊണ്ട് നമുക്ക് ആൾക്കാരോട് വർത്തമാനം പറയാനൊക്കെയുള്ള പ്രത്യേക സ്കില്ലൊക്കെ കിട്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിൽ നിന്നാണ് ഇപ്പം വാക്കുകളൊക്കെ വരുന്നത്. പണ്ടൊക്കെ ആദ്യം ഗോ ലൈവ് ചെയ്യുന്നേരം പേപ്പറൊക്കെ എടുത്തിട്ടാണ്. ഇപ്പൊ എല്ലാം മനസ്സിൽ നിന്ന് ഇങ്ങനെ വാക്കുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം അത് നന്നായിട്ട് വരുന്നുണ്ട്. അതെ, കുറെ ആളുകൾക്ക് പേടിയാണ്, ലൈക്ക് ഞാനിങ്ങനെ ലൈവ് ചെയ്യണോന്ന്. അപ്പൊ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാല്, നമ്മൾ ഒറ്റക്ക് ലൈവ് ചെയ്യാനൊന്നും നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല, അങ്ങനെ ചെയ്യണമെന്നും ആരും പറയണമില്ല. പക്ഷെ നമ്മുടെ ഈ ഗ്രൂപ്പിൽ ചെയ്യണം എന്താന്ന് വെച്ചാൽ, നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് നമ്മൾ ചെയ്യുന്നു. ഒരു 2 or 3 പ്രാവശ്യം ഒരുമിച്ചിരുന്ന് ചെയ്താല് പിന്നെ നമുക്ക് ഒറ്റക്ക് ചെയ്യാൻ പിന്നെ നമുക്ക് കോൺഫിഡന്റ് ആവും, ഇല്ലേ? ഐ ഫീൽ ലൈക്ക് അനുറിയ, കാർത്തിക, നിങ്ങളെല്ലാവരും നമ്മുടെ ഗ്രൂപ്പിലാണ് വന്ന് ആദ്യം നമ്മൾ ചെയ്തത്. നിങ്ങൾ ഇവിടെ കംഫർട്ടബിൾ ആയി കഴിഞ്ഞപ്പോൾ നിങ്ങൾ പിന്നെ ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങി. ദാറ്റ്സ് ഓൾ. ഇതൊരു വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. അത് മാത്രമല്ല, നമ്മുടെ ഈ ബിസിനസ്സിൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത ഒരുപാട് ആൾക്കാരുടെ ഈ മൈൻഡ് സെറ്റ് നമ്മുടെ ഈ മാസ്റ്റർ മൈൻഡ് പ്രോഗ്രാംസിൽ നമുക്കുണ്ടല്ലോ. അതിൽ പലരും ഷെയർ ചെയ്യാറുണ്ട്. അവരുടെ ലൈഫിൽ അവർ ഡൗൺ ആയി ഇരുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ എല്ലാവരുടെയും ലൈഫിലുണ്ട്.
ആ ഒരു സംഭവത്തിൽ നിന്നും ഈ ഒരു ബിസിനസ് അവരെ എങ്ങനെയാണ് അപ്ലിഫ്റ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവന്നതെന്നുള്ള ആ ഒരു എന്താണ് ആ ഒരു ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള അവരുടെ ആ എക്സ്പീരിയൻസുകൾ അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. പലരും ഡിപ്രഷൻ സ്റ്റേറ്റിലോട്ട് പോയിട്ട് അവർ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അവരുടെ ലൈഫിന് അവർ ഇൻകം ജനറേറ്റ് ചെയ്ത് വന്നതായാലും അവരുടെ പേഴ്സണൽ അവരുടെ എന്താണ് അവർ ഈവൻ ഇന്നലെ എനിക്കൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ട് എന്നോട് സംസാരിച്ച അവരുടെ ഒരു ഇത്, അതായത് അവരൊരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലൂടെ കടന്നുപോയി അവർക്ക് അവരുടെ സെൽഫ് വെർത്ത് എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത കണ്ടീഷനിലൂടെ കടന്നു പോയിട്ട് അവര് അതിൽ നിന്ന് പുറത്തു വന്ന ഒരാളാണ്. മനസ്സിലായി. അവര് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരാളാണ്, പക്ഷേ അവർക്ക് എന്ത് പറ്റുന്നില്ലായിരുന്നു, ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് ഓഫ് ടൈമില് അവരുടെ ലൈഫിന്റെ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ അവർക്ക് അവരുടെ ലൈഫ് എന്താണ് അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായിരുന്ന ഒരു കോൺഫിഡൻസ് അവർക്ക് ലൂസ് ആയി പോയി. അപ്പോൾ അവര് പിന്നെ കുറച്ച് ടൈം കൊടുത്ത് ഈ ബിസിനസ്സിലൂടെയാണ് അവർ വീണ്ടും അത് റീഗെയിൻ ചെയ്തെടുത്തത്. സോ അങ്ങനെയൊക്കെ നമ്മളെ ഒരുപാട് രീതിയിൽ മാറ്റാൻ ഈ ബിസിനസ്സിന് ഓപ്പർച്യൂണിറ്റി, ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. സോ അതെല്ലാം ആ വെർത്ത് എല്ലാം നമ്മൾ കാണണം. അല്ലാണ്ട് നമ്മൾ വെറുതെ ഒരു ബിസിനസ് ചെയ്യല്ല. നമുക്ക് ഒരുപാട് ഏരിയാസിലാണ് ഈ ബിസിനസ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ആസ് എ പേഴ്സൺ. പിന്നെ നമുക്ക് എത്ര പേരുമായിട്ടാണ് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നത്, എത്ര പേരുടെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ അറിയുന്നത്, അതൊക്കെ നമുക്ക് നമ്മുടെ ലൈഫിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ, അതൊക്കെ തന്നെ വലിയൊരു കാര്യം ഓപ്പർച്യൂണിറ്റിയാണ്. അതെ സോ അതെ അതെ ലൈഫിലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വാല്യൂ കൊടുത്താണ് നമ്മളിവിടെ ഈ ബിസിനസ് ചെയ്യുന്നത്. അല്ലാണ്ട് മണി മാത്രം ഫോക്കസ് ചെയ്തിട്ടല്ല. വി ആർ ഗിവിംഗ് വാല്യൂ ഫോർ യുവർ മെന്റൽ ഹെൽത്ത്, ഫോർ യുവർ ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് സ്കിൽ സെറ്റ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഓവറോൾ ഗ്രോത്ത് ആണ്. ഇപ്പൊ ഫ്രാൻസി പറഞ്ഞത് വളരെ നല്ലൊരു തോട്ടാണ്. അതുപോലെ ഇതൊന്നും ചെയ്യാൻ നേരം ഇല്ലാണ്ട് നമുക്ക് ബിസിനസ്സിൽ പോയി ഇന്ന് വന്നിട്ട് നാളെ $1 million ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് അല്ല, ഇല്ലേ? വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട്. ഇപ്പൊ ഫ്രാൻസിനോട് എനിക്കൊരു കാര്യം, ഫ്രാൻസി കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, ഫ്രാൻസി ബില്യനറിന്റെ ഒരു റൂട്ടീൻ കഴിഞ്ഞ ദിവസം വായിക്കേ കാണേ എന്തോ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. 5 AM club. യെസ്, 5 AM club. ഫ്രാൻസിക്ക് അതിനെ കുറിച്ച് പറയണമെങ്കിൽ എന്താണ് ബില്യനേഴ്സിന്റെ റൂട്ടീൻ എന്ന് പറയുന്നത്? അത് പറയുകയാണെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കുറെ പറയാനുണ്ട്. പക്ഷേ അല്ല, സിമ്പിൾ ആയിട്ട് മെയിൻ പറയുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ മോർണിംഗില് ഒരു സെപ്പറേറ്റ് ഗോ ലൈവ് വെക്കാം അതിന്. അതെ 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 അല്ല, മെയിൻ ആയിട്ട് എന്താണ് ഫ്രാൻസിക്ക് അതിൽ കിട്ടിയ 1-2 പോയിന്റ്സ് എന്താണ്? മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാവിലത്തെ ഒരു ടൈം, നമ്മളെല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന ഒരു സമയം നമ്മൾ വേക്കൺ ചെയ്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളും A to Z ഒരു മോട്ടിവേറ്റഡ് ആയിട്ട് ഒരു ഡേ തുടങ്ങുന്നു. അത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം രാവിലെ എണീക്കുന്ന ആ ഒരു ഫ്രഷ്നെസ്, ആ ഒരു ഫീലിംഗ്, നമ്മുടെ ഒരു എന്താ പറയുക ഒരു മാനിഫെസ്റ്റേഷൻ, നമ്മുടെ ആ ഒരു പോസിറ്റീവ് വൈബിൽ നിന്നാണ് ഡേ തുടങ്ങുന്നത്. പിന്നെ അതിനകത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു 20-20 റൂൾ എന്നൊക്കെ പറയുന്ന പോലെ ഒരു 20 മിനിറ്റ്സ് ഒരു 3 ഘട്ടമായിട്ട് 1 hourൽ 5 to 6 വരെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത് ആദ്യത്തെ 20 മിനിറ്റ്സ് എന്ത് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് അടുത്ത 20 മിനിറ്റ്സ്, പിന്നെ 20 മിനിറ്റ്സ് ഇത് ഘട്ടമായിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷെ പെട്ടെന്ന് അത്രയും early എനിക്ക് പറ്റില്ല. രാവിലത്തെ സംഭവം പ്രത്യേകതയാണ്. ആ രാവിലെ നമ്മൾ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് ദിവസം എത്രയോ ഉള്ളതായിട്ട് തോന്നും. ഒരു 10 o'clock 11 o'clock ആ ദിവസം ഇല്ല. നമ്മൾ ലേറ്റ് ആയിട്ട് എഴുന്നേക്കുന്ന ദിവസം നമ്മുടെ ഡേ പോയി. നമ്മൾ ഒരു 8 മണിയൊക്കെ ആയിട്ട് എഴുന്നേക്കുന്ന ആളുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ഒരു എന്താ പറയുക ശോകമാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മളൊരു 5 മണിക്ക് എഴുന്നേറ്റ് നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും എഴുന്നേക്കുന്നതിന് മുന്നേ ഒരു അരമണിക്കൂർ എഴുന്നേറ്റാൽ തന്നെ നമ്മൾ പവർഫുൾ ആയി. അപ്പൊ അല്ലെ, ഒരു പവർ വന്നു കഴിഞ്ഞു. നമ്മളാണ് പിന്നെ അന്നത്തെ പവർ എന്ന് പറയുന്നത്, അത് നമ്മളാണ്. ഉച്ചക്ക് നമുക്കൊന്ന് റെസ്റ്റ് കൊടുക്കാം. അതിന് പകരം നമുക്ക് കുറച്ചു നേരം വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇടക്ക് വെച്ച് നമുക്ക് എവിടെയൊക്കെയോ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അല്ല ഞാൻ പറയണെന്ന് വെച്ചാല് നമ്മൾ ഒരു കാര്യത്തിൽ സക്സസ്ഫുൾ ആകണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിസിപ്ലിൻ വേണം. ആൻഡ് ഫാൻസി ഇപ്പൊ ആ ഡിസിപ്ലിൻ, ആ ബില്യനേഴ്സിന്റെ ആ ഡിസിപ്ലിൻ കണ്ടു കേട്ടു എന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് സോ ഹാപ്പി. ബിക്കോസ് ദീസ് ആർ ദ തിങ്സ്. ഇപ്പൊ നമ്മുടെ ഫൗണ്ടേഴ്സ് ആയാലും നമ്മുടെ ഈ ബിസിനസ്സിൽ വളരെ ഹൈ ഇൻകം 6 figure 7 figure ഇൻകം ഒക്കെ മേടിക്കുന്ന ആളുകൾ ഇങ്ങനത്തെ ഡിസിപ്ലിൻസ് ഫോളോ ചെയ്യുന്നവരാണ്. അപ്പൊ ഈ ഡിസിപ്ലിൻ ഒന്നും ഇല്ലാണ്ട് ചുമ്മാ ബിസിനസ് തുടങ്ങിയെന്നും പറഞ്ഞിട്ട് അത് അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അത് സക്സസ്ഫുൾ ആയില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിട്ട് കാര്യമില്ല. ആർ യു റെഡി ടു ബി ഡിസിപ്ലിൻഡ്? ആർ യു റെഡി ടു ബി കോച്ചബിൾ? ആർ യു റെഡി ടു ലേൺ ന്യൂ തിങ്സ്?
അതൊക്കെയാണ് നമ്മൾ കൺസിസ്റ്റൻസി. ആദ്യം അതെ കൺസിസ്റ്റന്റ് ആയിട്ട് ബിസിനസ്സിൽ ഷോ അപ്പ്. ഇപ്പൊ ഞങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഞങ്ങൾക്ക് യൂട്യൂബ് കണ്ടിരിക്കാം, നെറ്റ്ഫ്ലിക്സ് കണ്ടിരിക്കാം, വേറെ എന്തൊക്കെയോ ചെയ്യാം നമുക്ക്. ബട്ട് വി ആർ ഹിയർ, വി ആർ ഷോയിങ് അപ്പ് ഫോർ അവർ ബിസിനസ്. അപ്പൊ അങ്ങനെയുള്ള മനസ്സും കൂടി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സക്സസിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുള്ളൂ. ഒരു ഡിസിപ്ലിനും ഇല്ലാണ്ട് ജീവിക്കുന്നവർക്ക് ഒരിക്കലും ഒരു ബിസിനസ്സിൽ മാത്രമല്ല ഒന്നിലും നമുക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റില്ല. പിന്നെ ജോലി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയെങ്കിലും അവിടെ നമ്മൾ എഴഞ്ഞാണെങ്കിലും പോകും. കാരണം നമുക്ക് അവിടെ നിന്ന് കറക്റ്റായിട്ട് പേച്ചൊക്കെ കിട്ടണോണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും എഴഞ്ഞു വലിഞ്ഞ് അവിടെ നമ്മൾ പോയിട്ട് നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ചെയ്ത് നമ്മൾ തിരിച്ചു വരും. But if you are an entrepreneur, you need to be disciplined. You need to have a very disciplined life, and that is the success of every entrepreneur. നിങ്ങൾ ആരുടെ സ്റ്റോറി വേണമെങ്കിലും എടുത്തു നോക്കി, അവർക്കൊക്കെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂട്ടീൻ ഉണ്ടാവും. ഇപ്പൊ ഇന്ന് ഞാനൊരു ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബില്ലനറിന്റെ സ്റ്റോറി കാണാനിടയായി. യൂട്യൂബിലാണ്, മലയാളിയാണ്, പേര് ഞാൻ ഓർക്കുന്നില്ല. പുള്ളിക്കാരൻ പറയണത് അപ്പൊ ആങ്കർ ചോദിക്കുന്നുണ്ട്, ഹൗ ഇസ് യുവർ ലൈഫ്, എന്താണ് നിങ്ങളുടെ മോർണിംഗ് റൂട്ടീൻ? ഈ വേക്സ് അപ്പ് അറ്റ് 5 o'clock. ആള് പറഞ്ഞു എന്റെ ഡേ എന്ന് പറയുന്നത് വളരെ ബോറിംഗ് ആണ്. നിങ്ങളെ വെച്ച് നോക്കുമ്പോൾ എന്റെ ഡേ ഭയങ്കര ബോറിംഗ് ആണ്. കാരണം ബിക്കോസ് അയാൾ 5 മണിക്ക് എഴുന്നേക്കുന്നു, അയാൾ നടക്കാൻ പോകുന്നു. അയാളുടെ ഫസ്റ്റ് കാര്യം ഈ വിൽ റീഡ് ഫോർ 1 hour. അയാൾ ബുക്ക് വായിക്കുന്നു ആദ്യത്തെ 1 മണിക്കൂർ. പിന്നെ അയാൾ 1 hour ബീച്ചിൽ ഓടാൻ പോകും. പിന്നെ ടെന്നീസ് കളിക്കും. 10 മണിയോടെ അയാൾ ഓഫീസിലെത്തും. അയാളുടെ ലൈഫ് അയാൾ പറഞ്ഞു 10 മണി രാത്രി അയാൾ കിടന്നുറങ്ങിയിരിക്കും, നോ മാറ്റർ വാട്ട് ഹാപ്പൻസ്. അയാൾ അധികം സോഷ്യലൈസ് ചെയ്യില്ല. ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കീപ്പ് ചെയ്യണതിൽ വളരെ വിജിലന്റ് ആയിട്ടാണ് അവർ ഫ്രണ്ട്ഷിപ്സ് ഒക്കെ നോക്കുന്നത്. അല്ലാണ്ട് ചുമ്മാ സോഷ്യലൈസ് ചെയ്ത് ഭയങ്കര ഒരു അങ്ങനെ ഒന്നും അവർ ചെയ്യില്ല. വളരെ കെയർഫുൾ ആയിട്ടാണ് അവരുടെ ലൈഫ് അവർ പ്രൊട്ടക്ട് ചെയ്ത്. കാരണം വെച്ചാൽ ഈസ് എ ബില്യണർ. സോ ദാറ്റ് ഇസ് ദ ലൈഫ് ദേ ആർ ലീഡിങ്. സോ വി ഹാവ് ടു ലേൺ അങ്ങനെ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫ് അതെങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അവർ നമുക്ക് കാണിച്ചു തരും. ഇപ്പൊ നമുക്ക് അത്രയുമെങ്കിലും ഡിസിപ്ലിൻ ആയാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെങ്കിലും നമുക്ക് ഡിസിപ്ലിൻ ആവാം. ലൈക്ക് ഗ്രേറ്റ്ഫുൾനെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതെ, നമ്മുടെ ലൈഫ് വേറെ തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് എനിവേ, അപ്പൊ അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് സക്സസ് ആകാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ ബിസിനസ്സിൽ വന്നിട്ട് സക്സസ്ഫുൾ അല്ല എന്ന് പറഞ്ഞ് ഒത്തിരി ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പൊ അതങ്ങനെ. എനിവേ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്ക് ടെക്നോളജിയുടെ സ്കിൽസ് ആവശ്യമുണ്ട് ഈ ബിസിനസ്സിന്. ലൈക്ക് ഡു യു നീഡ് ടു ബി ലൈക്ക് സൂപ്പർ ടെക് സാവി ആവണം, എല്ലാം ഇങ്ങനെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞാലേ നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പറയാം ആദ്യം. ഞാൻ വന്നപ്പം എനിക്കൊരു ചെറിയൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഞാൻ ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, അപ്പൊ എനിക്ക് പറ്റുന്നല്ലേ ഉള്ളത്. അപ്പം ഞാൻ കാൻവയിലൊക്കെ കുറച്ചൊരു എക്സ്ട്രാ എഫേർട്ട് എല്ലാം എടുത്തിട്ട് ചെയ്യായിരുന്നു. അപ്പൊ ഇപ്പം ഞാൻ അനുവിന്റെ വീഡിയോ കാണുന്നതിന് ഞാൻ വിചാരിക്കും അനു നഴ്സിംഗ് ആയിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പം ഇതാണ് അത്. ടെക്നോളജി നമ്മൾ പഠിച്ചതൊന്നും അല്ല, നമുക്ക് കിട്ടുന്ന ട്രെയിനിങ് ആണ് ഇത്. നമുക്ക് ഈ ട്രെയിനിങ് ആണ് നമുക്ക് ഇതിന്നൊക്കെ കിട്ടുന്നത്. ആ ട്രെയിനിങ് വെച്ചിട്ട് നമ്മൾ എന്നെക്കാട്ടി നന്നായിട്ട് അനു ചെയ്യുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ പറയുന്നല്ല, അനു ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അനു കുട്ടികളെല്ലാം വെച്ചിട്ട് ഐഡിയാസ് ഒക്കെ വെച്ചിട്ട്. അപ്പൊ ആ ട്രെയിനിങ് നമ്മൾ പഠിച്ചതൊന്നും അല്ല വരുന്നത്. നമ്മുടെ ഈ ബിസിനസ് നിന്ന് കിട്ടുന്ന ട്രെയിനിങ്, നമുക്ക് തന്ന ട്രെയിനിങ് ആണ് ഇപ്പൊ അനു അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് ചേച്ചി. ഞാനും പറയാൻ ഉദ്ദേശിച്ച്, എനിക്കും ആദ്യം ഒരു എല്ലാവരും പറയുമല്ലോ നമുക്ക് ടെക് സാവിനെസ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞെങ്കിലും നമുക്ക് കയറി വരുമ്പോൾ വേണോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ എനിക്ക് പറയാൻ പറ്റും, ഒരുപാട് സ്കില്ല്. ഞാനൊന്നും റീൽസ് ഒരിക്കലും ചെയ്തിട്ടുള്ള ആളല്ല. ഇപ്പൊ ഐ ലവ് എൻജോയിങ് ഇറ്റ്. നമ്മൾ വേറൊരു രീതിയിൽ എഡ്യൂക്കേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. നമ്മൾ ബാക്കിയുള്ളവരെ പോലെ ഇങ്ങനെ ഫണ്ണായിട്ടുള്ള കാര്യങ്ങൾ അതും നല്ലതാണ്. പക്ഷെ നമ്മൾ ഇത് മാക്സിമം വൈസ്ലി ചിന്തിച്ച് നമ്മൾ ചെയ്യുന്നു. ഇപ്പം ഫ്രാൻസി പറഞ്ഞാണെങ്കിലും, ഫ്രാൻസി ഈ വീഡിയോ കാണാനായിട്ട് ഇടയായത് ചിലപ്പോൾ ഈ ബിസിനസ്സിൽ വന്നത് കൊണ്ടായിരിക്കും. പുള്ളിക്കാരൻ്റെ വീഡിയോയിൽ ചെക്ക് ചെയ്യാനുള്ളതോ അതോ മൈൻഡ് സെറ്റ് മാറിയതോ എല്ലാം. ഞാൻ ഓർക്കുന്നു, ഞാനൊരു കഴിഞ്ഞ ദിവസം ഒരു ടെസ്റ്റിമോണിയിൽ കണ്ട ഒരു ഓസ്ട്രേലിയയിലുള്ള ഒരു ലേഡിയാണ്, എനിക്ക് അവരുടെ പേര് ഓർക്കാൻ പറ്റുന്നില്ല. അവര് ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ക്യാൻസർ അവർക്ക് ഡയഗ്നോസ് ചെയ്ത് ഹോസ്പിറ്റലിലായിരുന്നപ്പോഴാണ് അവർ ഈ വീഡിയോ കാണുന്നതും അവർ ഈ ഡിസിഷൻ എടുക്കുന്നത്. അപ്പൊ അവര് പറയാ, ഇനി നാളെ ഞാൻ മരിച്ചു പോയാലും എനിക്ക് കുഴപ്പമില്ല, ബിക്കോസ് ഐ ആം ഹെൽപ്പിംഗ് എ ലോട്ട് ഓഫ് പീപ്പിൾ നൗ. അപ്പൊ അവരുടെ മെന്റാലിറ്റി മാറി. അപ്പൊ നമ്മള് ഏർണിംഗ് പൊട്ടൻഷ്യൽ മാത്രം ഉദ്ദേശിച്ചിട്ടല്ല,
പല രീതിയിലും ഒരു സെൽഫ് ഗ്രോത്തോ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ കൂടുതൽ ഫോക്കസ് ചെയ്ത് ഒരുമിച്ച് എങ്ങനെ നമുക്ക് ഗ്രോത്ത് നേടാം എന്നുള്ള ഒരു കൺസെപ്റ്റിലൂടെയാണ്. അപ്പം നമുക്കൊരു ഭയങ്കര ഒരു കമ്മ്യൂണിറ്റി ഇപ്പൊ എങ്ങനെയാണെങ്കിലും നമ്മൾ ചുമ്മാ ഇരുന്ന് വർത്താനം പറയുന്ന പോലെയാണ് നമുക്കിപ്പോ തോന്നുന്നത്. ആ ഒരു കോൺഫിഡൻസും മലിന ചേച്ചി ആദ്യം വന്നപ്പോൾ ഞാനും ചോദിച്ചായിരുന്നു ലൈവ് ഞാനും വരണോ, നിങ്ങളൊക്കെ ഇരുന്ന് കാണുമോ, എനിക്ക് ഞാനും ഈ ചെയ്യണോന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ കൂടുതൽ കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യേണ്ട, നമുക്ക് ചെയ്യിപ്പിക്കാൻ ആൾക്കാരുണ്ട്, നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാവരും. ഇവിടെ നമ്മളെ ആരും താഴ്ത്തി കെട്ടേയില്ല. സോ അതൊക്കെ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് കണ്ടാൽ മതി. ഈ വരുന്ന മിസ്കൺസെപ്ഷൻസും മിത്തും ഒക്കെ നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യാതെ നിങ്ങളുടെ ലൈഫ് എങ്ങനെ സക്സസ്ഫുള്ളി നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഈ ബിസിനസ് ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ആണെന്ന് ഞാൻ പറയും. കാർത്തിക് ആഡ് ചെയ്യണോ എന്തെങ്കിലും? തീർച്ചയായിട്ടും ചേച്ചി. ആരും ഭയങ്കര ടെക്നോളജി സ്കില്ലായിട്ടുള്ള, എനിക്ക് ആക്ച്വലി ഞാൻ ഇതിൽ വന്നപ്പോൾ എനിക്ക് കുറച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ കംപ്ലീറ്റ് നോളജ് ആയിട്ടുള്ള ഒരാളല്ല. കാരണം ഞാൻ ഇത് നിർത്തി ഒരു 4 years ബാക്ക് എല്ലാം ഞാൻ സ്റ്റോപ്പ് ചെയ്തതാ. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ എനിക്ക് അതിനെക്കുറിച്ചിട്ടുള്ള എൻ്റെ ഇപ്പൊ കറണ്ട് നോളജോ കാര്യങ്ങളോ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ എനിക്ക് എന്തൊക്കെയോ എവിടേക്കോ അറിയാം. ബട്ട് ഞാൻ ഇതിനകത്ത് വന്നപ്പോൾ എത്ര പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെന്ന് അറിയാവോ? ഈവൻ AI യൂസ് ചെയ്തിട്ട്, നമ്മുടെ ഈ ChatGPT ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് എത്ര കണക്ട് ചെയ്യാൻ പറ്റും. അത് ഒരു ടെക്നോളജി സേവി ആയിട്ടുള്ള ഒരാൾക്കല്ല അത് ചെയ്യാൻ പറ്റുന്നത്, ഈവൻ കോമൺ ആയിട്ടുള്ള ഒരാൾക്ക്. ഇവിടെ നമ്മുടെ ഈ ബിസിനസ്സിൽ കൂടുതൽ ഹെൽത്ത് ഇൻഡസ്ട്രി എന്നുള്ളവരാണ്. അനുവിനെ പോലെ നഴ്സും ഡോക്ടേഴ്സും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സപ്പോർട്ട് വർക്കർ, ഇപ്പൊ ഷിനോയ് ചേട്ടനായാലും സപ്പോർട്ട് വർക്കർ ഫീൽഡിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരാണ്. പിന്നെ നമ്മൾക്ക് ആരതിയുണ്ട്, അവരൊക്കെ ഈ ഹെൽത്തിൽ നിന്നൊക്കെ വന്നവരാണ്. അവരെല്ലാവരും തന്നെ ഇത് ചെയ്യുന്നത് ഒരു നോളജും ഇല്ലാതെയാണ് അവർക്ക്. പക്ഷെ അവർ എന്ത് ചെയ്യുന്നു? ട്രൈ ചെയ്യുന്നു. നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ട്രൈ ഔട്ട്. നമ്മൾ ഏത് കാര്യവും നമ്മളെ മുമ്പിൽ വരുമ്പോൾ ഇതെനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കാതെ എത്ര കഷ്ടപ്പെട്ട് നമ്മളത് ചെയ്യാൻ റെഡി ആണെങ്കിൽ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും. തെറ്റിക്കോട്ടെ, വി ആർ നോട്ട്, നമ്മൾ പെർഫെക്ഷൻ നോക്കണ്ട. നമ്മൾ ആരും തന്നെ പെർഫെക്റ്റ് അല്ല. സോ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും വേണ്ട. അതെ. പിന്നെ അത് മാത്രമല്ല, പ്രായമുള്ള ആളുകൾ വരെ നമ്മുടെ ബിസിനസ്സിൽ ചെയ്യുന്നുണ്ട്. ലൈക്ക് 60+ 70+ ആളുകൾ വരെ സക്സസ്ഫുൾ ആയിട്ട് ലൈവും റീൽസും വീഡിയോസും ഒക്കെ ചെയ്ത് വളരെ സൂപ്പറായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അത് മലയാളികളുടെ ഇടയിലും ഉണ്ട്, വേറെ കമ്മ്യൂണിറ്റീസിലും ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബിക്കോസ് അവർക്കൊക്കെ അത് ചെയ്യാൻ പറ്റുമെങ്കിൽ വീഡിയോ അവര് ശരിക്കും അത് എൻജോയ് ചെയ്യാണ്. പ്രായമുള്ള ആൾക്കാർ ഈ റീലൊക്കെ ചെയ്യുന്നത് അവരെ മീൻസ് എനിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള വിധത്തിലുള്ള അവർക്ക് ഭയങ്കര കോൺഫിഡൻസും അവരുടെ ആ ഓൾഡ് ഏജ് അവർ കുറെ കൂടി ബ്യൂട്ടിഫുൾ ആക്കണേണ്. ലൈക്ക് അവര് പ്രൊഡക്റ്റീവ് ആക്കണേണ്. വെറുതെ എവിടെയെങ്കിലും കുത്തിയിരുന്ന് മാറിയിരുന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് വിഷമിച്ച് അല്ലെങ്കിൽ സങ്കടത്തിൽ ഇരിക്കണതിന് പകരം ദേ ആർ യൂസിങ് ആ എനർജിയും ലൈഫും ബ്യൂട്ടിയൊക്കെ അവർ യൂസ് ചെയ്ത് അവര് പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്കും ഇൻസ്പിറേഷൻ ആണ്. ബിക്കോസ് നമ്മൾ ഒരു ദിവസം അവിടേക്ക് എത്തേണ്ടതാണ്. അപ്പൊ നമുക്കും നമ്മുടെ ലൈഫിലേക്ക്, നമുക്ക് ഫ്യൂച്ചറിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. എനിക്ക് ഇഷ്ടമായിട്ടില്ല കേട്ടാ. കുറെ പ്രായമായ മെലീന ചേച്ചിയും ഷെറിയ ചേച്ചിയും കുറെ പ്രായം. അപ്പൊ അതൊന്ന് മാറ്റി പിടിച്ചേക്കാം നമുക്ക്. അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല ചേച്ചി പറയാം. നമ്മളെക്കാളും ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. 48 ആണ്. അത് പ്രായമാണ്. പ്രായമൊന്നും പറയണ്ട. ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ കുറച്ച് മുതിർന്ന മക്കളുള്ള ആൾക്കാരാണ് എന്നുള്ളതാണ് അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത്. കാരണം നമ്മള് കുഞ്ഞു കുട്ടികളല്ലേ. ആദ്യം നേരത്തെ കല്യാണം കഴിച്ചോണ്ട് ഫുള്ള് വലുതായത്. ഇതിപ്പോ ഞാൻ പറയില്ല, പ്രായം ഏതായാലും നമുക്ക് അതാണ് ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്ന ജാൻസി ചേച്ചി ഒരു ടെക്നോളജിക്കൽ നോളജും ഇല്ലാതെ ഒരു ഡെയിലി റുട്ടീൻ മാത്രം ചെയ്തു പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. ചേച്ചി എത്ര ഭംഗിയായിട്ടാണ് ഈ ബിസിനസ് കഷ്ടപ്പെട്ട് പഠിച്ചത്. അതും ആരുടെയും സപ്പോർട്ട് ഇല്ല. അത് ആ ഒരു വീഡിയോ കണ്ടാ അറിയാം. ചേച്ചി ഇടയ്ക്ക് കരയുന്നുണ്ട് ആ വീഡിയോയിൽ. പറഞ്ഞു ഇമോഷണൽ ആയിട്ട് ചേച്ചി അവസാനം കരഞ്ഞു ആ വീഡിയോയുടെ ഇടയിൽ. വരെ എടുക്കാൻ അറിയാത്തത് അറിഞ്ഞൂടെ. മക്കളുടെ അടുത്ത് വളരെ ടെക്നോളജി നോളജുള്ള മക്കളാണ്. മക്കളോട് ചോദിച്ചപ്പോൾ മക്കള് പറഞ്ഞു അമ്മ തന്നെ തുടങ്ങിയ ബിസിനസ് അല്ലേ, അമ്മ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. വേറെ ആരും സപ്പോർട്ട് ചെയ്യാനില്ല. പക്ഷെ അവര് ചെയ്തില്ലേ. ഇത്ര ഭംഗിയായിട്ടാണ് ആ ബിസിനസ് റൺ ചെയ്തോണ്ടിരിക്കുന്നത്. ഇപ്പം വന്നിട്ടുണ്ടല്ലോ മോസ്റ്റ് ബയേഴ്സ് ഉള്ള
അതെ 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 അങ്ങനെ അവരുടെ ഒരു ടീം സപ്പോർട്ടായിരുന്നു അതെ പുള്ളിക്കാരിക്ക് അതെ ആകെ ഉണ്ടായിരുന്നത്. അതായത് മെന്ററും, അതും ചേച്ചി പറയുന്നുണ്ട്, മെന്ററും കോച്ചും പിന്നെ അവരുടെ ടീമും അവരുടെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുകൊണ്ടിരുന്നു. അവരുടെ മാത്രം ഹെൽപ്പോട് കൂടിയിട്ട് അവർ ചെയ്തത്. സോ ഇവിടെ അതൊന്നും മാറ്റർ അല്ല. നമുക്കൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക. അതിൽ നമുക്കിപ്പം ഈവൻ സപ്പോർട്ട് ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മുടെ ബിസിനസ് ആണിത്. അത് മാത്രമല്ല നമുക്ക് നമുക്ക് പെർഫെക്ഷൻ ദൈവം ഒന്നും ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടാവും. ഏതെങ്കിലും വിധത്തിലൊരു സപ്പോർട്ട് ഇല്ലാതെ ദൈവം നമ്മളെ കൊണ്ടുപോകില്ല. അതെ അതെ. അപ്പൊ നമുക്ക് എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ഓട് കൂടെ ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ദിസ് ഈസ് ദ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. ഞങ്ങൾ ഇന്ന് വന്നത് ഇങ്ങനെയുള്ള ചില മിസ്കൺസെപ്ഷൻസും ചില ആളുകളുടെ തെറ്റായ ധാരണകളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടിയാണ്. ഞങ്ങൾ ഒരിക്കലും ഇത്രയും ലോങ് ലൈവ് ചെയ്തിട്ടില്ല. ഞാൻ ഇത്രയും വർഷമായിട്ട് ഒരു 49 മിനിറ്റ്സോളം ലൈവ് ആദ്യമായിട്ടാണ് ഇന്ന് ഞാൻ ചെയ്തേക്കുന്നത്. റെക്കോർഡ് ബ്രേക്കിംഗ് ആണ്. ബട്ട് വി ജസ്റ്റ് വോണ്ട് ടു കം ആൻഡ് ക്ലാരിഫൈ ദ റിയാലിറ്റി, അല്ലേ? റിയാലിറ്റി എന്താണെന്ന് ഞങ്ങൾക്ക് കുറച്ച് ക്ലാരിഫൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇത്രയും ടൈം എടുത്താണെങ്കിലും നമ്മൾ ചെയ്തത്. സോ ഐ hope we gave some values. We have cleared some misconceptions. ഇനി നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കാം, ഡയറക്ട്ലി മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പ് ഉണ്ട്, യു ക്യാൻ കണക്ട് വിത്ത് us through WhatsApp. We will be happy to help you and we'll see you later. അല്ലേ? എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ബൈ ഓൾ. താങ്ക് യു. Okay, thank you everyone. Have a wonderful day. God bless you all. Thank you, everyone.